السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الذي أعاننا على الصيام والقيام، ونسأله سبحانه أن يبلغها تلك الختام. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه المجاهدين في سبيل الله. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സ്നേഹം നിറഞ്ഞ വിശ്വാസിനി സമൂഹം, വളരെ ആവേശത്തോടെ ആർത്തിയോടെ അള്ളാഹുവിൻ്റെ ദീനിനെ വരവേറ്റു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വർഷത്തെ രണ്ടാക്കി പകുക്കും. എന്നിട്ട് കാനൂ യദ്ഊനല്ലാഹ് ഫി സിത്തത്ത് അശ്ഹുരിൻ, 6 മാസം അവർ നബിയും സഹാബത്തും പ്രാർത്ഥിക്കും. 6 മാസം. അൻ യുബല്ലിഗ ഫി റമളാൻ, അവരെ റമളാനിൽ എത്തിച്ചു തരാൻ. റമളാൻ എത്തി, റമളാൻ കഴിഞ്ഞാൽ അവർ റബ്ബിനോട് വകാനു യദ്ഊനല്ലാഹ് ബിഹി അൻ യതഖബ്ബലഹും മിൻഹും, അത് അവരിൽ നിന്ന് സ്വീകരിക്കാൻ 6 മാസം. നമ്മളൊക്കെ റമളാൻ കഴിഞ്ഞാൽ പിന്നെ റമളാൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയോ റമളാനിൽ ചെയ്ത് അനുഷ്ഠിച്ച പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരല്ല. ഇതോടുകൂടി അത് കഴിയും. അപ്പം അത് പോരാ. ഇനി അടുത്ത 6 മാസം വരെ ഈ റമളാനിൽ ചെയ്ത ഓരോ കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കണം. അതാണ് ആദ്യമായി നിർദ്ദേശിക്കാനുള്ളത്. അങ്ങനെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുന്ന ഏറ്റവും നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബ വനിതകൾ, അതാണ് ഇന്നത്തെ വിഷയം. സഹാബ വനിതകളെ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നിങ്ങളെ ഉണർത്തേണ്ടുന്ന ഏറ്റവും ഉന്നതമായ വ്യക്തിത്വം ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം. ആരാണെന്നാണ് നിങ്ങൾ പറയുക? ഖദീജ ബിൻത് ഖുവൈലിദ്. ഇതുപോലെ നമ്മളെപ്പോലെ സൗകര്യങ്ങളൊന്നുമില്ല, ഉപദ്രവങ്ങൾ മാത്രമുള്ളൊരു കാലം. അന്നാണ് അവർ ഇസ്ലാമിനെ സഹായിച്ചത്. അവർ സഹായിച്ച സഹായങ്ങളെക്കുറിച്ച് നാം അറിയുകയും വിലയിരുത്തുകയും വേണം. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം വളരെ പ്രയാസം നിറഞ്ഞ കാലം കേട്ടോ. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആവശ്യാനുസരണം സാന്ത്വനപ്പെടുത്തുകയും ചെയ്ത ഖദീജ റളിയല്ലാഹു അൻഹ, അവർ ഇസ്ലാമിൻ്റെ ഉന്നതമായ വളർച്ച കണ്ടിട്ടില്ല. അഥവാ മക്കം ഫത്ത്ഹാകുന്നത് അവർ കണ്ടിട്ടില്ല. അതിനു മുമ്പ് അവർ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കം ഫത്ത്ഹായ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിനകത്ത് നിന്ന് അവരാരാധിച്ചു വരുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒക്കെ അടക്കമുള്ള ഒരുപാട് വിഗ്രഹങ്ങളുണ്ടായിരുന്നു കഅബാലയത്തിനകത്ത്. ആ വിഗ്രഹങ്ങളെ നബി വടികൊണ്ടടിച്ച് ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ, സത്യം വന്നു, അസത്യം തകർന്നു. തീർച്ചയായും അസത്യം കേവലം നുരകൾ മാത്രമാണ്, അത് തകർന്നടിയും എന്ന വിശുദ്ധ ഖുർആൻ്റെ ആയത്തോതി നബി ഇതിനടിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന് നേരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നത്.
കാരണം ഇതിൻ്റെ ആരംഭത്തിലൊന്നും എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ ഖദീജ ബീവിക്ക് രംഗം കാണാൻ, ഈ ഇസ്ലാമിൻ്റെ പ്രബോധന രംഗം അതിശക്തമായി വിജയിച്ചത് കാണാൻ ഖദീജ റളിയല്ലാഹു അൻഹാക്ക് അവസരമില്ലാതെ പോയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കബറിടത്തിലേക്ക് നോക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹാക്ക് നൽകിയ സ്ഥാനം അവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ ബീവിക്ക് 2 വിവാഹം മുമ്പ് നടന്നിട്ടുണ്ട്. ഖദീജ ബീവിയുടെ 2 വിവാഹം. ഖദീജ ബീവിയെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ നിങ്ങളെപ്പോലത്തെ ഒന്നും ആളല്ല കേട്ടോ. നിങ്ങളെപ്പോലത്തെ ആളല്ല എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുമല്ല, മനസ്സുകൊണ്ടുമല്ല, ജീവിതം കൊണ്ടുമല്ല, വിശുദ്ധി കൊണ്ടുമല്ല, എല്ലാ അർത്ഥത്തിലും ഇന്ന് കാണുന്ന സ്ത്രീകളെക്കാൾ ഉന്നതയായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 ഭർത്താവുണ്ടെന്ന് പറയുമ്പം അന്നത്തെ മക്കയിലെ കച്ചവടക്കാർ എല്ലാവരും കച്ചവടക്കാരാണ്. ഖദീജ ബീവി ഭയങ്കര കച്ചവടക്കാരി. ആ കച്ചവടക്കാരിയായ അവരുടെ കച്ചവട മുതൽ മക്കയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും മുതലിനെ മറികടക്കും. അപ്പോൾ സമ്പത്തിൻ്റെ കോലം മനസ്സിലായി. മക്കയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും മുതൽ കൂട്ടിയാൽ ഈ ഖദീജ അല്ല കേട്ടോ, ഓളൊരു കച്ചവടക്കാരിയാണ്. അപ്പം ഖദീജയുടെ കച്ചവട മുതലുകൾ മക്കയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും മുതലുകളേക്കാൾ, അതെല്ലാം കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതൽ ആരുതായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹയുടെ. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത്യാവശ്യമൊക്കെ അഹങ്കാരം ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഇല്ലേ? നിങ്ങളാണെങ്കിൽ എന്താ സ്ഥിതി? ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അഹങ്കാരം ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഇവിടെ ഒന്നും വരില്ല. മിക്കവാറും ആളുകൾ ദീനേറ്റ് നടക്കുന്നതിൻ്റെ വലിയൊരു കാരണം അസ്വസ്ഥമായ മനസ്സാകുമ്പോൾ മാത്രമാണ് ദീനിലേക്ക് വരാറുള്ളത്. സ്വസ്ഥമായ മനസ്സാണെന്ന് അവർക്ക് തോന്നുന്ന കാലത്തോളം ആരും തന്നെ ദീനിലേക്ക് വരാറില്ല. ഇതൊരു വസ്തുതയാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ രക്ഷപ്പെടാനുള്ളൊരു മേഖലയായിട്ടാണ് പലരും ഇസ്ലാമിനെ കാണാറുള്ളത് കേട്ടോ. അങ്ങനെ പോരാ. അതാണ് ഞാൻ പറഞ്ഞത്. ഖദീജ റളിയല്ലാഹു അൻഹ സമ്പന്നരിൽ സമ്പന്ന എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് കൂട്ടാൻ വേണ്ടിയാണ് അക്കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിവാഹം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ഭർത്താവിൻ്റെ പേര് അബൂ ഹാല എന്നായിരുന്നു. ഒന്നാമത്തെ ഭർത്താവിൻ്റെ പേര്. ആ ബന്ധത്തിൽ ഖദീജ ബീവിക്ക് 2 കുട്ടികളുണ്ടായി, 2 ആൺകുട്ടികൾ. ഒരു കുട്ടിയുടെ പേര് ഹിന്ദ് എന്നും മറ്റൊരു കുട്ടിയുടെ പേര് ഹാല എന്നുമായിരുന്നു. ആദ്യ ഭർത്താവിലും ജനിച്ച ഭർത്താവ് അബൂ ഹാലയുടെ മരണശേഷം അത്തീഖ് ബിൻ ആബിദിൽ മഖ്സൂമി എന്ന് പറയുന്ന ഒരാളായിരുന്നു പിന്നീട് വിവാഹം കഴിച്ചത്. അതിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടിയുടെ പേര് ഹിന്ദ് എന്നായിരുന്നു. അപ്പോൾ ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ആബിദിൽ മഖ്സൂമിയെ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ തീരുമാനം എന്തായിരുന്നു വെച്ചാൽ, ഇനി മക്കളെ വളർത്തി വളരെ മനോഹരമായി കച്ചവട രംഗത്ത് ശ്രദ്ധിച്ച് ജീവിക്കണമെന്നായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ തീരുമാനം. അതിനിടയിലാണ് ഒരു ദിവസം ഖദീജ റളിയല്ലാഹു അൻഹയുടെ പഴയകാല ഒരു കൂട്ടുകാരി നഫീസ ബിൻത്ത് മുനയ്യ വീട്ടിൽ വന്നു. സാധാരണ ഈ പഴയകാല ലോയക്കാറ്റുകൾ വന്നാൽ കുറച്ച് സന്തോഷം കൂടുതലുണ്ടാവും അല്ലേ? നിങ്ങളെ ചെറുപ്പത്തിൽ കൂടെ പഠിച്ചൊരു കുട്ടീനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കൂടുതലുണ്ടാവില്ലേ? അതുപോലെ പഴയകാല ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ അവർ ഒരു ദിവസം എന്ത് ചെയ്തു? ഖദീജ ബീവിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഖദീജ ബീവിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് പിന്നെ ആ സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, 25 വയസ്സുള്ള വളരെ സൽസ്വഭാവിയായ, മക്ക മുഴുവനും പ്രസിദ്ധമായ, വിശ്വസ്തതയുള്ള, ജനങ്ങൾ മുഴുവനും അല്ലമീനെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അത്രയും നല്ല ചെറുപ്പക്കാരൻ അന്ന് മക്കയിൽ വേറെയില്ല. അതാണ് മുഹമ്മദ് നബി. നബിക്ക് നുബുവത്ത് കിട്ടിയില്ലല്ലോ, അന്ന് നബി ആയില്ലല്ലോ. 25 വയസ്സ് ഉള്ള സമയം. ആ സമയത്ത് ഈ കൂട്ടുകാരി ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല, നമ്മളുടെ ഖദീജ ബീവിക്ക് അന്നൊരു പരിപാടിയുണ്ട്, എല്ലാ ആളുകൾക്കും കച്ചവട ചരക്ക് കൊടുത്തായിരുന്നു. തൻ്റെ കച്ചവട ചരക്ക് ഒരുപാട് രാജ്യത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും. അക്കൂട്ടത്തിൽ ഒരിക്കൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ ഈ വളരെ നല്ല സ്വഭാവിയാണ്, പക്ഷേ മുക്കാലിന് ഗതിയില്ല കേട്ടോ, മുക്കാലിന് ഗതിയില്ലാത്ത ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ പോറ്റി വളർത്തുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖദീജ ബീവിൻ്റെ കച്ചവടം ഏറ്റെടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് മാത്രമല്ല ഖദീജ ബീവി പലർക്കും പല പാരിതോഷികവും കൊടുക്കുന്നുണ്ട്, നല്ല സ്ത്രീയാണ് എന്നൊക്കെ ആ കാലത്ത് തന്നെ. അന്ന് ഇസ്ലാമൊന്നും ആയില്ലല്ലോ, ഇസ്ലാമായില്ലല്ലോ, നുബൂവത്തിന് ശേഷം നുബൂവത്താവുള്ളൂ, ഇസ്ലാം ഉണ്ടാവുള്ളൂ. അപ്പം അതിന് മുമ്പ് അതില്ല. അപ്പോൾ ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൻ്റെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവരൊക്കെ ആഗ്രഹത്തോടു കൂടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുമായി പോകുന്ന ഒരു രംഗമുണ്ടായി. അതൊക്കെ ഞാൻ ചുരുക്കി പറയാണ്. അപ്പം ആ കച്ചവട ചരക്കുമായി പോയപ്പോൾ അവിടെയുണ്ടായ അദ്ദേഹത്തിൻ്റെ കച്ചവട രംഗത്തുണ്ടായ വിശ്വസ്തത, ക്രയവിക്രയം, ഒരു മുതൽ പോലും അദ്ദേഹം ഇല്ലാത്ത ഗുണം പറഞ്ഞു വിറ്റിട്ടില്ല, ഒരു മുതൽ പോലും. കാരണം കച്ചവടം കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവരാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് ഇന്ന ദൂഷ്യമുണ്ടെന്നും അത് ഇന്നതാണെന്നും ഇന്ന സാധനം നല്ലതാണെന്നും അതിന് ഇത്രയാണ് വിലയെന്നും കൃത്യമായിട്ട്. അതുപോലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൈസ കൊടുത്ത് വാങ്ങിയാൽ കുറച്ച് പൈസയൊക്കെ ആളുകൾ വാങ്ങാതെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വിളിച്ച് അവർക്ക് കൊടുക്കും. ഈ രംഗങ്ങളൊക്കെ കൂടെ വന്ന ഖദീജ ബീവി നിശ്ചയിച്ചൊരു വൃത്തി ഉണ്ടായിരുന്നു നബിൻ്റെ കൂടെ. അവർ മൈസറ എന്ന പേരുള്ള അവർ ഖദീജ ബീവിയോട് പറഞ്ഞു, വളരെ സത്യസന്ധനാണ് മുഹമ്മദ് നബി. ഈ ഒരു സന്തോഷ വാർത്ത ഖദീജ റളിയല്ലാഹു അൻഹാക്ക് വളരെയധികം താല്പര്യമുണ്ടായ സമയത്താണ് നമ്മൾ ഈ കൂട്ടുകാരി വന്നിട്ട് ഈ ഖദീജ ബീവിയോട് പറയാണ്, നമുക്ക് മുഹമ്മദ് നബിയായിട്ട് വിവാഹം ആലോചന നടത്തിയാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ രണ്ട് ഭർത്താവ് മരിച്ചതിന് ശേഷം ഖദീജനെ, കാരണം മുതലൊക്കെ ഉള്ള പെണ്ണിനെ ആരും കല്യാണം ആലോചിക്കും അല്ലേ, അപ്പോൾ അവിടുത്തെ പ്രമുഖരായ പലരും കല്യാണം ആലോചിക്കുന്നുണ്ട്. ഖദീജ ബീവി കല്യാണത്തിനില്ല എന്ന് പറഞ്ഞു. ഇനി മേലിൽ ഞാൻ കല്യാണത്തിനില്ല പറഞ്ഞു. ഇനി എനിക്ക് കല്യാണം വേണ്ട കേട്ടോ, നിങ്ങളൊന്നും പറയും പോലെ പറഞ്ഞതല്ല, തീർത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തീർത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇനി വേണ്ട എന്ന്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഇത്ര നല്ല മക്കാരിമുൽ അഖ്ലാഖുള്ള സൽസ്വഭാവിയായ മുഹമ്മദ് നബിയെ ഭർത്താവായി കിട്ടിയാൽ ആ മുഹമ്മദ് നബിയുടെ കൂടെ ജീവിക്കാനുള്ള സൽസ്വഭാവിയായ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് ഒരു ദിവസം പോലും പുറത്തുള്ള ജനങ്ങളോട് പെരുമാറുന്നതിനേക്കാൾ ഏറ്റവും സ്നേഹത്തോടു കൂടിയും ബഹുമാന ആദരവോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. നമ്മളുടെയൊക്കെ വ്യത്യാസം നമുക്കറിയാലോ. പുറത്തുള്ളവരുടെയൊക്കെ നല്ലതും അല്ലേ, നമ്മൾ പാകത്തേക്ക് കയറിയാൽ ഒരു നീറുകയും അല്ലേ, അങ്ങനല്ല. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പുറത്തുള്ളവരോട് പെരുമാറുന്നതിനേക്കാളും മനോഹരമായിട്ട്. നമ്മളാൾക്കാരൊക്കെ പുറത്തെല്ലാവരോടും നല്ലോണം പോലെ പെരുമാറി അകത്തേക്ക് കയറിയാൽ നല്ലൊരു നീർനായിയായി മാറും പല പുരുഷന്മാരും. കാരണം ചിലപ്പങ്ങളും ആവാം, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കേട്ടോ. കുറേയൊക്കെ കാരണങ്ങൾക്കും നിങ്ങൾക്കും ഉണ്ടാവാം. പക്ഷെ ഖദീജ റളിയല്ലാഹു അൻഹ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദരിദ്ര കുടുംബമായിരുന്നു, ഏറ്റവും നല്ല കച്ചവടത്തിൻ്റെ സ്വഭാവം നബിക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ കൂട്ടുകാരി മുഖേന വിവാഹം അന്വേഷണം നടന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സ്, ഖദീജ റളിയല്ലാഹു അൻഹാക്ക് 40 വയസ്സ്. അപ്പോൾ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹായുമായുള്ള വിവാഹത്തിന് ഖദീജക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് വിരോധമില്ല എന്ന നിലയ്ക്ക് വിവാഹം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് വന്ന് അങ്ങനെ ഏകദേശം ഒരു 20 ഒട്ടകം മഹർ നൽകിക്കൊണ്ടാണ് അന്ന് വിവാഹം. ഖദീജ ബീവിനെ നബി കല്യാണം കഴിക്കുന്നത് 20 ഒട്ടകം മഹർ നൽകിക്കൊണ്ടാണ്. കടല്ല കേട്ടോ. പഴയ കാലത്തൊക്കെ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചത്, നമ്മളൊക്കെ ഉമ്മാനെ പാപ്പ കല്യാണം കഴിച്ചിട്ടുണ്ടാകുക മിക്കവാറും കടമായിരിക്കും. 101 ഉറുപ്യ കടം, അങ്ങനായിരുന്നു അന്നത്തെ കല്യാണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ 20 ഒട്ടകം മഹർ നൽകിക്കൊണ്ടാണ്. ആ സമയത്ത് ഒരു പ്രസംഗം നടത്തി അബൂ താലിബ്. ആ പ്രസംഗത്തിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു: ഇന്ന ഇബ്ന അഖി ഹാദാ മുഹമ്മദ്, എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് ഇതാ, അവൻ ഇബ്നു അബ്ദുള്ളയുടെ മകനാണ്, എൻ്റെ സഹോദരപുത്രനാണ്. ലാ യൂസനു ബിഹി റജുലുൻ ഷറഫൻ വ നബ്ലൻ വ ഫളലൻ, ബുദ്ധിയിലും സ്വഭാവത്തിലും കുലീനതയിലും മുന്നിട്ട് നിൽക്കുന്ന അവനെപ്പോലെ മനോഹരമായ ഒരു യുവാവിനെ നിങ്ങൾക്കെവിടെയും കാണാൻ കഴിയില്ല. വഇൻ കാന ഫിൽ മാലി ഖുല്ലുൻ, ധനത്തിൽ അവന് കുറവാണെങ്കിലും ഇതൊക്കെ ഉണ്ട്. ബുദ്ധിയുണ്ട്, മാന്യതയുണ്ട്, കുലീനതയുണ്ട്, സൽസ്വഭാവമുണ്ട്.
എൻ്റെ സഹോദരപുത്രനാണ്. ആ വിവാഹ ഹുത്തുബയിലെ ഒരു നല്ല വരികൾ അതായിരുന്നു. അങ്ങനെ ആ ഹുത്തുബ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയുമായുള്ള വിവാഹം നടന്നു. വിവാഹം നടന്നതിന് നന്ദിയായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ അന്നാട്ടിലെ മുഴുവൻ പാവങ്ങളെയും വിളിച്ചിട്ട് മൃഗങ്ങൾ അറുത്തിട്ട് ഭക്ഷണം ദാനമായി കൊടുത്തു. നമ്മളെ കല്യാണമല്ല, നമ്മളെ കല്യാണം നിങ്ങൾ അറിയണം. സഹാബ വനിതകളിൽ ഒന്നാമത്തെ വനിതയാണ് ഞാൻ എണ്ണുന്നത്. വിവാഹത്തിൻ്റെ ദിവസം നമ്മളൊക്കെ ആരെ വിളിക്കൽ? നാട്ടിലെ പാവപ്പെട്ടവരെ കല്യാണത്തിൽ വിളിക്കുക. നാട്ടിലെ പാവപ്പെട്ടവരെ പേര് തന്നെ ചിലപ്പോൾ നിങ്ങളെ പുരൻ്റെ അടുത്ത് ഒരവലക്കോയ ഉണ്ടാവും പാവപ്പെട്ട, ഓനക്ക് കത്ത് തന്നെ കൊടുക്കില്ല. ഓനോട് പറയും എന്താ അറിയോ, ഇജാണ്ട് വന്നുകൊണ്ടിരുന്നു, കത്തൊന്നും ആവശ്യം എനിക്കില്ലല്ലോ, ഇജാണ്ട് വന്നുകൊണ്ടിരുന്നു ഉണ്ടോ. ഞമ്മക്കാരെ വേണ്ടിയത് 100 കാറുള്ള അല്ലേ, 100 വാഹനങ്ങൾ, അത് തന്നെ കോടികളുടെ വിലയുള്ള കാർ കയറ്റി വരാനുണ്ടെങ്കിൽ ഓലെ പടിവാതിക്കെ പോയി നിന്നിട്ട് ഓലെ കല്യാണത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത് പാവങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം നൽകി. സന്തോഷം കൊണ്ട് റസൂലുള്ളാഹിനെ കിട്ടിയതിലുള്ള കേട്ടോ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാലൂട്ടിയ ആളായിരുന്നു ഹലീമ ബീവി അല്ലേ. ഹലീമ ബീവിയും ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും പാവപ്പെട്ട ഹലീമ ബീവി ആ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ 40 ആടുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയതിൻ്റെ പേരിൽ സന്തോഷമായിട്ട് കൊടുത്തത്. 40 ആട് കേട്ടോ നബിനെ കിട്ടിയതിന്. കാരണം അത്ര സൽസ്വഭാവിയായൊരു പുരുഷനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനോഹരമായ ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റാവുന്ന ആളാണ്. പണമില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സും ഖദീജ ബീവിൻ്റെ മനസ്സും വ്യത്യാസപ്പെടുന്നുണ്ടപ്പോൾ ഉണ്ട്. അങ്ങനെ വ്യത്യാസപ്പെട്ട് വരട്ടെ. അങ്ങനെയെങ്കിലും നന്നാവുകയാണെങ്കിൽ നമ്മൾ നന്നായി, നമുക്ക് ഭാഗ്യമായി കേട്ടോ. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടന്നു അല്ലേ. വയസ്സ് നബിക്ക് 25, ഖദീജ ബീവിക്ക് 40. ഖദീജ ബീവി 6 കുട്ടികളെ പ്രസവിച്ചു. 2 ആൺകുട്ടികളെയും 4 പെൺകുട്ടികളെയും കേട്ടോ. അതിൽ 2 ആൺകുട്ടികൾ ഖാസിം അബ്ദുള്ള 2 ആളാണ്. ആ 2 പേരും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പിന്നെ ആ പെൺകുട്ടികളായിട്ടുണ്ടായിരുന്നത് സൈനബയും റുഖിയയും ഉമ്മു കുൽസൂമും ഫാത്തിമയുമാണ്. 4 പെൺകുട്ടികൾ. അപ്പോൾ മൊത്തം 6 കുട്ടികളാണ് ജനിച്ചത് കേട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോഴേക്കും ഏകദേശം ഒരു 6 ആകുമ്പോഴേക്കും ഒരു 10-40 വയസ്സാവുമല്ലോ. ചിന്തിച്ചാൽ അറിയാലോ. അവിടുന്നാണ് ഇനി പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ എത്ര കൊല്ലത്തെ ദാമ്പത്യത്തിൻ്റെ സുഖശീതളമായ സന്തോഷകരമായ കാലഘട്ടം ഖദീജ ബീവി അനുഭവിച്ചത്? 15 കൊല്ലം. അപ്പം ഖദീജ ബീവിക്ക് വയസ്സ് 55, റസൂലുള്ളാഹിക്ക് 40. അപ്പോഴോ അത്തമ്മ ഖബലൽ വഹി 40 വഉംറുഹു ഖദ് ജവസ 60. 40 വയസ്സെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള മാനസികാവസ്ഥക്ക് മാറ്റം വരാൻ തുടങ്ങി. എന്തൊക്കെയെന്നറിയോ? ഒന്ന്, മക്ക എന്ന് പറയുന്ന രാജ്യം അന്ന് ബഹളമയമാണ്. അതുമാത്രവുമല്ല, മതത്തിൻ്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങളും ഒരു നാട്ടിലും അയൽവീട്ടിലുമുള്ള നടമാടുന്ന ഒരുപാട് വിഗ്രഹാരാധനകളുമൊക്കെ നടക്കുന്ന വളരെ മ്ലേച്ഛമായ അവസ്ഥയാണ്. റസൂലുള്ളാഹിക്ക് ഇതിനോടൊക്കെ പ്രയാസമായി. 40 വയസ്സെത്തിയപ്പോൾ വഹി കിട്ടുന്നതിന് തൊട്ട് മുമ്പായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറ എന്ന ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തനായി ഇരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ പോയി. നിങ്ങളാണ് എന്തു പറയും? ഭാര്യനെ അവിടെ ആക്കി കുട്ടികളെ ആക്കിയിട്ട് നിങ്ങളെ ഭർത്താവ് ഹിറ ഗുഹയിൽ പോയി കുത്തിരിക്കുകയാണ്. നിങ്ങളെന്ത് ചെയ്യും? 55 വയസ്സും നിങ്ങൾക്ക് അയക്കി നിൽക്കുക. ആയല്ലപ്പോടെ ഖദീജ ബീവിക്ക് 55 വയസ്സായ പിന്നെ നിങ്ങളെ നാവിൽ ലൈസൻസ് ഉണ്ടാവില്ല. പൊതുവേ ലൈസൻസ് പെണ്ണുങ്ങൾക്ക് പോകണ ടൈമാണ്. എന്തും പറയണേ ഉണ്ടോ? നിങ്ങൾക്ക് അവിടെ ആരാ ഉള്ളത് അത് ഞാൻ നോക്കട്ടെ, അവിടെ നിന്ന് തുടങ്ങും അല്ലേ. ആ മലൻ്റെ മുകളിൽ ആരൊക്കെ വരുന്നത് പോകുന്നതൊക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങൂലേ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളൊന്നും വേണ്ടേ? നിങ്ങൾ ഈ ഹിറ ഗുഹയിൽ ഓലെന്തെയും വിഗ്രഹം നടത്തിക്കോട്ടെ, ഓലെന്തെയും അനാചാരം നടത്തിക്കോട്ടെ, അതിനെന്തിനാ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടാക്കൂലേ. പക്ഷേ വളരെ ബുദ്ധിമതിയും വളരെ കുലീനതയുമുള്ള തറവാടിത്തമുള്ള പെണ്ണാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാഗ്രഹത്തിനും എതിരിൽ ഖദീജ ബീവി ഒരിക്കലും നിലനിന്നിട്ടില്ല. കാരണം നിലനിൽക്കേണ്ടിയില്ല, അത്ര നല്ല സൽസ്വഭാവിയാണ്, നിങ്ങൾക്കറിയാലോ അല്ലേ.
നിങ്ങളതിന് അങ്ങനത്തെ സൽസ്വഭാവിനെ കിട്ടാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് മുഴുവനും സ്പൈക്ക് മുടിയുള്ള അല്ലേ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഗൾഫ് രാജ്യങ്ങളിൽ കറങ്ങുന്ന മൊഞ്ചനായ അല്ലേ, ഇത്രക്കല്ലേ നമ്മളെ ചിന്തയിൽ വരുള്ളൂ. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കൗമാരപ്രായം പ്രത്യേകിച്ച് അതേ ആഗ്രഹിക്കുള്ളൂ. ഇപ്പോഴും പെൺകുട്ടികൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. പെൺകുട്ടികൾ അതാണ് നമ്മൾ സഹാബ വനിതകളിൽ ഒന്നാമതായി എണ്ണുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം പാഠം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിലേക്ക് പോയപ്പോൾ താറത്തൻ അശ്റൻ, ഒരു പ്രാവശ്യം പോയപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന്. താറത്തൻ അക്സറും ഇല അശ്ഹുരിൻ, ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു മാസത്തിലധികം എടുത്തു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിൽക്കുമ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടിട്ട് മുഹമ്മദ് നബിയോട് പറയുന്നു, അബ്ശിർ യാ മുഹമ്മദ്, മുഹമ്മദെ സന്തോഷിക്കുക, അന ജിബ്രീൽ വ അൻത റസൂലുള്ളാഹ്, ഞാൻ ജിബ്രീലാണ്, നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഇലാ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അവിടുന്നാണ് വഹി തുടങ്ങുന്നത്. അവിടുന്നാണ് പ്രശ്നം, ജീവിതത്തിൻ്റെ പ്രശ്നം ഖദീജ ബീവി അനുഭവിക്കാൻ പോകുന്നത്. ആദ്യത്തെ 15 കൊല്ലം നബിയും ഖദീജ ബീവിയും തമ്മിലുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയില്ല. കാരണം അത്ര നല്ല മാതൃകാ ഭാര്യാഭർത്താക്കന്മാരെ ഇനി ലോകം കാണൂല്ല. അത്ര ഇത് കന്യകയായ ആയിഷ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അതിന് രേഖയാണ്. എന്താ പറഞ്ഞറിയോ? അവരെൻ്റെ ഉദിയ ഫി ഖൽബി, എൻ്റെ മനസ്സിൽ ഖദീജ ബീവിയെ ഊട്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഖദീജ ബീവി ഊട്ടപ്പെട്ടിരിക്കുകയാണ്. ഊട്ടപ്പെടുക പറഞ്ഞാൽ മനസ്സിലല്ലേ, അത്ര ശക്തമാണ്. ഖദീജ ബീവിൻ്റെ പ്രായമൊക്കെ നോക്കണം കേട്ടോ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഖദീജ ബീവിനെ കല്യാണം കഴിക്കുമ്പോൾ പൈസ ഇട്ടാണ്. ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കച്ചവടം അല്ലാതെ ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിൻ്റെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഒരിക്കലും ഖദീജ ബീവിൻ്റെ ഒരു പണം കൊടുത്തില്ല. അതല്ല ഞാൻ അതിന് ആദ്യം പറഞ്ഞത്. സ്ത്രീധനം വാങ്ങിയിട്ടല്ല 20 ഒട്ടക അങ്ങോട്ട് കൊടുത്തത് മഹർ കേട്ടോ, നയിച്ചുണ്ടാക്കിയ പൈസ എന്ന് കൊടുത്തതാണ്. അന്നും റസൂലുള്ള ആടുകളെ മേച്ച് ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും ചിന്താർഹമായൊരു കാലഘട്ടം വിശുദ്ധ ഖുർആൻ്റെ ആയത്തിറങ്ങി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ച് പ്രയാസത്തോടു കൂടി, കാരണം അതിൻ്റെ മുമ്പ് ജിബ്രീലിനെ കണ്ടിട്ടില്ല, ജിബ്രീൽ എങ്ങനെയാണെന്നറിയില്ല, ഈ വന്ന സംസാരത്തെക്കുറിച്ച് കൃത്യമായി ഒരു ബോധവുമില്ല. അങ്ങനെ അദ്ദേഹം ഖദീജ ബീവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി, എനിക്ക് ഇന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അന്നൽ മലക്ക ഒത്തഹു കത് ഹത്താ കാദ യമൂത്ത്, ഞാൻ മരിച്ചു പോകും എന്ന് എനിക്ക് തോന്നും വിധം എന്നെ ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. ഖദീജ ബീവി പറഞ്ഞു, സാന്ത്വനപ്പെടുത്തരുത്. നമ്മളാണ് എന്ത് ചെയ്യും? അങ്ങനൊക്കെ നിങ്ങൾക്ക് കുറച്ച് വേണം. നിങ്ങൾ നമ്മളെ നോക്കാണ്ടേ പോവല്ലേ ഞാൻ, അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, സഹിച്ചാളി പറയില്ലേ. ഏതെങ്കിലും നിലക്ക് ഈ വാക്ക് ഞാൻ എടുത്തു കളേണ്ടി വരുമോ? അല്ല, ഒരാളിൽ നിന്നെങ്കിലും എടുത്ത് മാറ്റേണ്ടി വരുമോ? ഞാൻ അങ്ങനൊന്നല്ല, ഞാൻ സാന്ത്വനപ്പെടുത്തും എന്ന് പറയാൻ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ധൈര്യം ഉണ്ടോ? കഴിയില്ല. അതാണ് സഹാബ വനിത. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? കല്ല, ഒരിക്കലുമില്ല റസൂലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. വല്ലാഹി മാ യുഹ്സിക അല്ലാഹു അബദൻ, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈയൊഴിക്കൂല. കാരണം ഇന്നക ലതസിലുർ റഹിമ, താങ്കൾ രക്തബന്ധം ചേർക്കുന്നു. കാരണം പാവപ്പെട്ട കുടുംബത്തിലെ അലി അള്ളാഹുവിനൊക്കെ പോറ്റുമകനായി എടുത്തിട്ട് പോറ്റിയാണ് കുടുംബബന്ധം പാലിക്കാൻ. കയ്യിലൊന്നും ഉണ്ടായിട്ട് പോറ്റുമകനായി സ്വീകരിച്ചതല്ല. അപ്പം നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഒത്തഹ്മിലുൽ കല്ല, നിങ്ങൾ അവശരെ സഹായിക്കാറുണ്ട്. ഇതൊക്കെ പ്രവാചകത്തിന് മുമ്പാട്ടോ. ഒത്തുക്രിയുൽ ലൈഫ, അതിഥികളെ ആദരിക്കാറുണ്ട്. ഒത്തക്സിബുൽ മഅദൂം, പാവപ്പെട്ടവരെ രക്ഷിക്കാറുണ്ട്. ഒത്തുഈനു അലാ നവായിബിൽ ഹഖ്, സത്യസമരങ്ങളെ പിന്തുണക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന നിങ്ങൾ അള്ളാഹു ഒരിക്കലും കൈയൊഴിക്കുകയില്ല. ഇതായിരുന്നു ഖദീജ ബീവിൻ്റെ മറുപടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീക്ക് ശേഷം പിന്നീട് പ്രബോധന രംഗത്തിറങ്ങി. പിന്നീടുള്ള പകലുകൾ സ്വൈര്യമില്ലാത്ത ജീവിതമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തിറങ്ങിയാൽ പരിഹാസത്തിൻ്റെ ക്രൂരമ്പുകൾ നബിക്ക് ലഭിക്കും. ഓ മുഹമ്മദേ, ഇന്ന് ആകാശത്തുനിന്ന് വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിച്ച് പരിഹസിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ നബിയെ സാമ്പത്തികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാനസികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ നിലക്കുമുള്ള സഹായം നൽകിയ ഏക വ്യക്തി ഖദീജ ബീവിയാണ്. എങ്ങനെ? സമാധാനത്തിൻ്റെ എല്ലാ അവസ്ഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ കളവാക്കും, പരിഹസിക്കും. ആ സമയത്തൊക്കെ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമേകി, നബിക്ക് സ്ഥൈര്യം പകരും. നബിയുടെ നിലപാടിൽ, ജനങ്ങൾക്കുള്ള നിലപാടിൽ അവർ പരിതപിക്കുന്നുണ്ട്. അവരുടെ പരിതാപം നിങ്ങൾ ഒരിക്കലും അതിന് നിങ്ങൾ പിൻബലം കൊടുക്കേണ്ട, നിങ്ങൾ പോകുന്ന വഴിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി നബിയെ വളർത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നുബുവത്തിന് ശേഷം നബി അനുഭവിച്ച മാനസിക പീഡനം അത്രമാത്രമായിരുന്നു കേട്ടോ. പിന്നെ 65-ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ യാത്രയാവുന്നത്. അപ്പോൾ പിന്നെ എത്ര കൊല്ലം? 15 കൊല്ലം ദാമ്പത്യ ജീവിതത്തിൻ്റെ മനോഹരമായ കാലമാകുമ്പോഴേക്കും എന്തുണ്ടായി? നബിക്ക് നുബുവത്ത് ആരംഭിച്ചു, 40 വയസ്സായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അപ്പോൾ ഈ 55 വയസ്സായിരിക്കണം ആർക്ക്? ഖദീജ ബീവിക്ക്. പിന്നെ 65 വയസ്സ് ജീവിതം ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നുബുവത്തിന് ശേഷം പിന്നെ ഖദീജ ബീവി ജീവിച്ചത് 10 വർഷം. ആ 10 വർഷത്തിനിടയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നേരിട്ട് കണ്ടത് അറിയോ ഖദീജ ബീവി? നേരിട്ട് കണ്ടത്, നേരിട്ട് അനുഭവിച്ചത്. നമ്മളൊന്നൊക്കെ അങ്ങനെ ചരിത്രത്തിലൂടെ കേൾക്കില്ല പല സംഭവങ്ങളും. ഇതൊക്കെ നേരിട്ട് കണ്ട ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. നമുക്ക് ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷി ആരാന്ന് നിങ്ങൾക്കറിയാം. ആരാ? സുമയ്യ റളിയല്ലാഹു അൻഹ അല്ലേ? കറുത്ത, ഏറ്റവും കറുകറുത്തൊരു പെണ്ണാണ് സുമയ്യ ബീവി. ആ സുമയ്യ ബീവിയുടെ രക്തസാക്ഷിത്വം നടത്തുന്നത്, അബൂജഹൽ നടത്തുന്നത് ദൃക്സാക്ഷിയായ ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ ആ ദൃക്സാക്ഷിത്വം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഭർത്താവ് യാസിറിൻ്റെയും മകൻ അമ്മാറിൻ്റെയും മുമ്പിൽ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അബൂജഹൽ 3 പേരെയും വരിയായി നിർത്തി, ഭർത്താവിനെയും ഭാര്യനെയും മോനെയും. എന്നിട്ട് അബൂജഹൽ ഈ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹായുടെ നാഭിക്ക് ചവിട്ടുകയാണ്. എന്താ കാരണം? എന്താ സുമയ്യ ചെയ്ത തെറ്റ്? അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് നാഭിക്ക് ചവിട്ടിയിട്ട് സുമയ്യ ബീവിയോട് പറഞ്ഞു, വിളിക്കടി ലാത്തയെ, വിളിക്കടി ഉസ്സയെ. അപ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 തല മൂർച്ചയുള്ള കഠാര കൊണ്ട് അവരെ തുരുതുരാ കുത്തി. ഈ രംഗം ഭർത്താവും മകനും നോക്കി നിൽക്കുകയാണ്. ആ ഭർത്താവും മകനും റബ്ബിനോട് ഷഹീദാകാൻ, പടച്ചവനെ എൻ്റെ ഉമ്മാക്ക് ശേഷം ഇതാ അടുത്ത അവസരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഉമ്മ പെടഞ്ഞു തീരുമ്പോൾ. ഈ രംഗം നേർക്ക് നേരെ കണ്ട ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊക്കെ നമ്മൾ പലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? പലസ്തീൻ ജനതയുടെ പ്രശ്നം തൗഹീദല്ല, അതെന്തോ ആവട്ടെ. എന്തായിരുന്നാലും അള്ളാഹു അവരെ ദ്രോഹിക്കുന്ന ആ വിഭാഗത്തിന് തക്കതായ ശിക്ഷ നൽകി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമാറാകട്ടെ. അത് വേറെ വിഷയം. പക്ഷേ ഖദീജ ബീവി കണ്ട ചരിത്രം അതല്ല. ഇവരെ 3 പേരെയും ഇങ്ങനെ ഒതുക്കി തീർക്കുമ്പോഴേ അബൂജഹൽ പറയുന്നുണ്ട്, എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിട്ട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇലാഹിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സുമയ്യ നിൻ്റെ ജീവിതം സന്തോഷപ്രദമാകും. അതിൻ്റെ മറുപടി എന്താ അറിയോ? തബ്ബല്ലക് വലി ആലിഹത്തിക, നിനക്കും നാശം, നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇലാഹുകൾക്കും നാശമുണ്ടാവട്ടെ. വാന ഉഹിബ്ബുൽ മൗത, ഞാൻ മരണത്തെയാണ് ആഗ്രഹിക്കുന്നത്. കേട്ടോ? നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി മരണത്തെ ആഗ്രഹിക്കുമോ? ഇല്ല. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ പിരിവ് കൊടുത്ത് മിക്കവാറും, ഇപ്പം നേരത്തെ നമ്മൾ സ്വാഗത ഭാഷ പറഞ്ഞതുപോലെ ഞങ്ങളൊരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് അത് അർഹിക്കപ്പെടുന്ന ആളുകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ധാർമ്മികമായി ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ഇത് കൊടുക്കാവൂ. ഇത് ഇവിടെ പല സ്ത്രീകളും യതീമക്കളുടെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ചില സ്ത്രീകൾ ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തോ എന്ന് പരിശോധിക്കണം. അല്ലേ? അതിലൊന്നും ഉണ്ടാവില്ല, ഇസ്ലാമിക വേഷം ഉണ്ടാവില്ല. അവരവരുടേതായ ഒരു സുഖം കണ്ടെത്താനുള്ളൊരു വഴി എന്നതിൽ കവിഞ്ഞു പോർന്നില്ല. അത്തരം ആളുകളൊക്കെ
നമ്മൾ ഒഴിവാക്കണം. അപ്പോഴാണ് അവർക്ക് നമ്മൾ ഇസ്ലാമിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ അത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് കൊടുക്കുമ്പോഴും അത് കൊടുക്കുന്ന ആളുകൾക്കും ചില ഉത്തരവാദിത്തം വേണ്ടേ. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇസ്ലാം വളർന്നു വരുന്നു. ഖദീജ ബീവി കണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. പക്ഷേ അവർ പ്രാർത്ഥിച്ചത് ഞങ്ങളെ നീ ഷഹീദാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയത് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഖദീജ ബീവി കണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മുശ്രിക്കുകളുടെ അതിശക്തമായ മാരകമായ പീഡനം കാരണത്താൽ ഹിജറ പോവുകയാണ്. അപ്പോൾ ഹിജറ പോകുമ്പോൾ ഖദീജ ബീവിൻ്റെ മകൾ റുഖിയയും ഖദീജ ബീവിൻ്റെ മകളുടെ ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹും അബിസീനിയയിലേക്ക് ഹിജറ പോകുന്ന കൂട്ടത്തിലുണ്ട്. വീടും കൂടും ഒഴിവാക്കി പോവുകയാണ് ദീനിന് വേണ്ടി. ആ കൂട്ടത്തിൽ ആരുണ്ട്? സുഖസുന്ദരമായി പരിലാളനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ പരിലാളനയിൽ വളർന്ന തൻ്റെ മകളും ഭർത്താവുമുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹാ രംഗം മുഖാമുഖം നോക്കിക്കണ്ട വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരിയായിരുന്നു അന്നത്തെ കാലത്ത് ഇസ്ലാം മതം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച പാവപ്പെട്ട ഒരു സെനീറ എന്ന് പറയുന്നൊരു പെണ്ണുണ്ടായിരുന്നു. അവർ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച കാരണത്താൽ ഉദ്ദിബത്ത് ഫില്ലാ ഹത്താ അമിയത്ത്, കണ്ണ് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. സെനീറയുടെ ആ രംഗം ഖദീജ ബീവി മുഖാമുഖം കണ്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ രംഗത്ത് ആരുണ്ട്, ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖദീജ റളിയല്ലാഹു അൻഹ ദൃക്സാക്ഷിയാണ് ഈ രംഗത്തിന്. സെനീറ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് തവക്കുൽ ചെയ്ത് അള്ളാഹുവിനോട് മാത്രം അഭയം തേടി പ്രാർത്ഥിച്ച് അവസാനം ആ കണ്ണിന് കാഴ്ച കിട്ടിയതും ഖദീജ റളിയല്ലാഹു അൻഹ കണ്ടു. അതാ വേറെ രസം. അവർ അടിച്ച് പൊട്ടിച്ച കണ്ണിൻ്റെ കാഴ്ച റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു കാഴ്ച ശക്തി തിരിച്ചു നൽകിയ രംഗവും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ദൃക്സാക്ഷ്യത്തിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഹബസീനിയയിലേക്ക് യാത്രയായി. ഇത്രയും മർദ്ദനങ്ങൾ സഹിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, അതിൻ്റെയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഒന്ന് അസദുൽ ഇലാഹ്, ആരാ? അള്ളാഹുവിൻ്റെ സിംഹം. ആരാ? അള്ളാഹുവിൻ്റെ സിംഹമാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു കേട്ടോ. അസദല്ലാ, അള്ളാഹിൻ്റെ സിംഹം മുസ്ലിമായി. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അവർ രണ്ടു പേർ മുസ്ലിമായപ്പോൾ ഏറെക്കുറെ മക്കയിലുണ്ടായ കോലാഹലങ്ങൾ അതിവിപുലമായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്ക് തീർത്താൽ തീരാത്ത പക മുഹമ്മദ് നബിയോട് അവർ അനുവർത്തിക്കുന്ന സമയമായിരുന്നു. ആ കോലാഹലങ്ങളൊക്കെ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ നേരിൽ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി ഈ സമയത്തൊക്കെ തൗഹീദി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ സഹായം? ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടെ ഏറ്റവും അതിശക്തമായ മറ്റൊരു സഹായം നൽകിയ വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ്. ആ അബൂ താലിബ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നൽ ഖൗമ ജാഊനി, ജനങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് മുഹമ്മദേ, ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് നീ ഈ പറയുന്ന പ്രബോധനം ഇവിടുത്തെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും ഉമ്മ പെങ്ങന്മാർക്കിടയിലും കുടുംബക്കാർക്ക് തമ്മിലും പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരു ആദർശമാണ് മുഹമ്മദെ നീ കൊണ്ടുവന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് നീ അതിൽ നിന്ന് പിന്തിരിയണം. നമ്മളടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഏതില്ലാത്തതുകൊണ്ട്? തൗഹീദ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവരും എന്താക്കാൻ കഴിയും? ഉൾക്കൊള്ളാൻ കഴിയും അല്ലേ? ഏതാളി ഉൾക്കൊള്ളാൻ കഴിയും, എവിടെയും എങ്ങനെയും നമുക്ക് പോകാൻ കഴിയും. സഹാബ വനിതകൾ നിങ്ങൾ അറിയുന്നത് അതിനു വേണ്ടിയാണ്. നമുക്ക് ഒരു ഉമ്മയോ വാപ്പയോ സഹോദരന്മാരോ കുടുംബക്കാരോ ആരും ദീനിൻ്റെ പേരിൽ അകന്നു പോകേണ്ടിയൊന്നുമില്ല ഉണ്ടോ? നേരെ മറിച്ച് നിങ്ങൾ കല്യാണം വിളിച്ചത് തെറ്റിപ്പോയതിൻ്റെ പേരിൽ ഓല് പിന്നെ നിങ്ങളോട് മുണ്ടിയിട്ടില്ല. മയ്യത്തിൻ്റെ മുഖം പോലും കാണ്ടറിഞ്ഞ് പോയിട്ടുമുണ്ട്. കാരണം കല്യാണം, ഓല കല്യാണത്തിന് നമ്മളെ വിളിച്ചതേ റോട്ടുമെന്നാണെന്നും പറഞ്ഞു. നമുക്കൊരു പുരയില്ലേ, നമ്മൾ കടലാസിൽ നിന്ന് വെട്ടിയെടുത്തൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ന്യായവും പറഞ്ഞ് അല്ലേ.
കുറച്ചൊക്കെ ഒരു ഇസ്ലാമിൻ്റെ ആദർശം നെഞ്ചിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഇത്തരം ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണമെന്നുള്ളതിലേക്കാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷയം, അബൂ താലിബ് ഇത് വിളിച്ചു പറഞ്ഞപ്പം മുഹമ്മദ് നബി നടത്തിയ ധീരമായ പ്രഖ്യാപനം ഖദീജ റളിയല്ലാഹു അൻഹ കേട്ട് നിൽക്കുകയാണ്. എന്താ ധീരമായ പ്രഖ്യാപനം? വല്ലാഹി യാ അമ്മി ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ അത്രുക ഹാദി അംർ മാ ഫഅൽതു ഹത്താ യുൽഹിറഹുല്ലാഹ് ഔ അഹ്ലക്. ഈ ധീരമായ പ്രഖ്യാപനം ഖദീജ റളിയല്ലാഹു അൻഹ കേട്ട് നിൽക്കുകയാണ്. എന്താ ധീരമായ പ്രഖ്യാപനം എന്നറിയോ? എല്ലാ സഹായവും കൊടുത്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരൊക്കെ നിങ്ങളടുത്ത് വന്നിട്ട് തൗഹീദി പ്രബോധനം മുഹമ്മദ് നബി നിർത്തണമെന്നല്ലേ, എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാമെന്നല്ലേ, പണക്കാരനാക്കാമെന്നല്ലേ, രാജാവാക്കാമെന്നും അല്ലേ, ഈ മക്കയിലെ ഏറ്റവും സുന്ദരികളായ ആളുകൾ അവർ വിവാഹം കഴിച്ചു തരാമെന്നല്ലേ. ഈ ഓഫറുകളൊന്നല്ല, അവരെനിക്ക് വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, മാ തറക്തു, ഞാൻ അന്നത്രുക്ക ഹാദിഹില്ലം, ഈ പ്രബോധനം നിർത്തിവെക്കാൻ അവരാവശ്യപ്പെട്ടാൽ മാ ഫഅൽതു ഹത്താ യുൽഹിറഹുല്ലാ, തൗഹീദി ലോകത്ത് വിജയിക്കുന്നത് വരെ ഈ പ്രവർത്തനം നിർത്തിവെക്കുകയില്ല. ഔ അഹ്ലക, അല്ലേ മുഹമ്മദ് മരിച്ചു പിരിയണം. ധീരോദാത്തമായ മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനം ഖദീജ റളിയല്ലാഹു അൻഹ കേട്ടു നിൽക്കുകയാണ്. അതിനുശേഷം നടന്ന സംഭവം ഇതൊക്കെ ഖദീജ ബിയുടെ ജീവിതത്തിൽ അനുഭവിച്ചതാട്ടോ. അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഇത്രയും ശക്തമായ പ്രബോധനം ആരംഭിച്ചപ്പോൾ മുശ്രിക്കുകൾ ഉള്ള മുസ്ലിങ്ങളെ ഉപരോധം നടത്തി. എന്താ ഉപരോധം? ഒരു കടയിൽ നിന്നും മുസ്ലിങ്ങൾക്ക് സാധനം കൊടുക്കരുത്, കൊടുത്താൽ കൊടുത്തോളം സൂക്ഷിക്കും. അപ്പോൾ ഇസ്ലാം വരുന്ന കോലം കണ്ടെങ്കിൽ, അതിൽ ഖദീജ ബീവിൻ്റെ പങ്ക് കണ്ടെങ്കിൽ നിങ്ങളറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാഹ്യ ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത വിധം ഷീബ അബി താലിബ് എന്ന കുന്നിൻ മുകളിലേക്ക് അവർ ഉപരോധം നടത്തി, ബഹിഷ്കരിച്ചു, നാട് കടത്തി. കേട്ടോ, കൂടെ ഖദീജ റളിയല്ലാഹു അൻഹ കൂടെ പോയി. അതായത് അത്ര പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ പട്ടുമെത്തയിൽ സുഖസുഷിപ്തമായ ജീവിതം നയിക്കാൻ കഴിയുന്ന സമ്പത്തും കഴിവും ഒക്കെയുള്ള മഹാകോടീശ്വരിയായ കച്ചവടക്കാരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യും പിടിച്ച് ഷൈബ അബി താലിബ് എന്ന കുന്നിൻ മുകളിലേക്ക് പോകുന്ന രംഗം ചരിത്രം വായിക്കുന്നവൻ്റെ കണ്ണ് നനയിക്കാതിരിക്കുക. അതും കൂടെയുള്ളത് സമ്പന്നയായ ഭാര്യ. കേട്ടോ, അവിടുന്ന് പിന്നെന്താ തിന്നാൻ കിട്ടിയ അറിയോ? ഒന്നുമില്ല. അവിടെ മുളച്ച പുല്ലും ആ കുന്നിൻ്റെ മുകളിലുള്ള ഇലയും ഭക്ഷിച്ചു. രാവിലെ അവർ തന്നെ പറയാണ്, ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കും, വേറൊന്നും തിന്നാനില്ല. കാരണം പച്ചിലിയും പുല്ലും തിന്നാൽ പിന്നെ എങ്ങനെ കാഷ്ടിക്കുക? മണിമണിയായിട്ട് കാഷ്ടിക്കും, അതേ തിന്നാനുള്ളൂ. ഇവരുടെ ഈമാൻ്റെ ശക്തിയിൽ ശത്രുക്കളുടെ ഉപരോധം പൊളിഞ്ഞുപോയി. ശത്രുക്കൾക്ക് പിന്നീട് ഉപരോധിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ നാട്ടിൽ പല സംസാരവുമായി. ഇത്രയും ആളുകൾ ആ കുന്നിൻ മുകളിൽ ഒന്നും തിന്നാൻ കിട്ടാതെ സ്വാഭാവികമായിട്ട് അഭിപ്രായം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ അഭിപ്രായം കാരണത്താൽ പൊളിഞ്ഞുപോയി. കാരണം ഇവരുടെ ഈമാൻ്റെ മുമ്പിൽ ആയിക്കോട്ടെ, ഇനി തൗഹീദ് കുറച്ച് പറഞ്ഞോളാം, അല്ലെ ഒന്ന് കുറച്ചോളാം, അതിനൊന്ന് മയപ്പെടുത്തിക്കോളാം, അത് പറഞ്ഞില്ല. അവരാഗ്രഹിച്ചു മുഹമ്മദ് നബി തൗഹീദ് ഒന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്കും കുറച്ചൊക്കെ ഒന്ന് മയപ്പെടുത്താമായിരുന്നു എന്ന്. നടത്തിയില്ല. ഇന്നത്തെ ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ കൂടെയുള്ള ഭാര്യമാർ നിങ്ങളാണ് അല്ലേ? അതുകൊണ്ട് അവർക്കാർക്കും തൗഹീദിൻ്റെ ശക്തി പകരാൻ, ആദർശ ധീരത പകരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. സഹാബ വനിതകൾ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കേട്ടോ, അങ്ങനെ ആ ബഹിഷ്കരണം പൊളിഞ്ഞു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. 6 മാസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് യാത്രയായി. ആദ്യത്തെ നബിയുടെ ജീവിതത്തിൻ്റെ താങ്ങും തണലും തൗഹീദി പ്രബോധന രംഗത്ത് കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് ഈ ഉപരോധത്തിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോൾ യാത്രയായി. ആ യാത്രയായ സന്ദർഭത്തിൽ ഖദീജ ബീവി ഈ ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് ജീവിതത്തിൻ്റെ എല്ലും തോലുമായി നിൽക്കുന്ന ആ വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ ഖദീജ റളിയല്ലാഹു അൻഹ ആ ഷൈബ അബി താലിബ് എന്ന കുന്ന് വിട്ടിറങ്ങിയതിന് ശേഷം രോഗിയായി ജീവിക്കുകയായിരുന്നു.
അതുകൊണ്ട് തന്നെ പിതൃവ്യൻ്റെ മരണാനന്തര ചടങ്ങുകളിലോ അതിൻ്റെ മയ്യത്തിൻ്റെ സംസ്കരണ പ്രക്രിയയിലോ പങ്കെടുക്കാൻ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യുകയായിരുന്നു. അതൊരു റമളാനിലായിരുന്നു. അതും ഒരു റമളാനിലാണ് കേട്ടോ. 65-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുകയാണ്. ആ സംസ്കരണ പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ. ഇവർ മരിച്ച് 3-ാമത്തെ ദിവസം ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു. ആര് മരിച്ചിട്ട്? പിതൃവ്യൻ മരിച്ച 3-ാം ദിവസം ഖദീജ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ തുണകളും മറ്റു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഈമാനിൻ്റെ ശക്തിയും പറക്കമുറ്റാത്ത മക്കളും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രയാസപ്പെട്ട കാലഘട്ടം. 2 പേർ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷത്തെ ചരിത്രകാരന്മാരും നബിയും വിശേഷിപ്പിച്ചത് ആമുൽ ഹുസുൻ, ദുഃഖവർഷം. ഈ 2 വേർപാടും നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ചുകൂടി കാലം നബി ഭാര്യയില്ലാത്ത ജീവിതം, മക്കളെയും നോക്കി ജീവിക്കുകയാണ്. ഖദീജ ബീവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട്, പലരും നബിക്ക് അപ്പോഴൊക്കെ വിവാഹം അന്വേഷിക്കുന്നുണ്ട്. ഭാര്യ മരിച്ചുകൊണ്ട് ഇനി കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഖദീജ ബീവിൻ്റെ ഓർമ്മയുമായി അങ്ങനെ പോകാൻ നബി ഇഷ്ടപ്പെട്ടു. തൽക്കാലം വിവാഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്താണ് നമ്മുടെ സൗദ റളിയല്ലാഹു അൻഹ, കേട്ടണോ? സൗദ റളിയല്ലാഹു അൻഹ ഇതുപോലെ തന്നെ കറുത്ത വർഗത്തിലെ ഏറ്റവും ശക്തമായ തടിയുള്ളൊരു പെണ്ണാണ്. അത്ര ശക്ത. അതുമാത്രമല്ല, അവർ അതുകൊണ്ട് തന്നെ അത്രയും കറുപ്പ് നിറവും. ഇപ്പം കറുപ്പിന് അഴക് വെളുപ്പിന് അഴക് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് കല്യാണത്തിന് ചെല്ലുമ്പം വെളുപ്പിന് മാത്രമേ ആകുള്ളൂ. കറുപ്പ് ഔട്ടായി പോകുന്നുണ്ട് ഇല്ലേ? അവരുടെ യൗവനത്തിൽ ഈ പറഞ്ഞ യൗവനത്തിലൊന്നും ഈ പറഞ്ഞ സൗദ റളിയല്ലാഹു അൻഹ വിവാഹം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അത് തന്നെ കാരണം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രായം വന്നതിന് ശേഷം പിതൃവ്യപുത്രൻ സുക്രാൻ ഇബ്നു അംറായിരുന്നു അവരെ വിവാഹം കഴിച്ചത്. സുക്രാൻ ഇബ്നു അംർ. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുമായി ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ചിത്രം ഇങ്ങനെ കാണണം. നബിയിൽ ഭാര്യയും ഭർത്താവും വിശ്വസിച്ചു. അതോടുകൂടി വീട്ടുകാർ സൗദ റളിയല്ലാഹു അൻഹയെ ബഹിഷ്കരിച്ചു. ഇനി ഇങ്ങോട്ട് കയറരുത്. എന്താ കാരണം? കോൾ വർത്തായിക്കായിട്ടല്ല, ഉമ്മക്ക് സുഖമില്ലായിട്ട് കാണാൻ ചെല്ലായിട്ടല്ല, വാപ്പക്ക് സുഖമില്ലായിട്ട് കാണാൻ ചെല്ലായിട്ടല്ല. പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം സ്വീകരിച്ചു എന്നൊരൊറ്റ കാരണത്താൽ സൗദ റളിയല്ലാഹു അൻഹയെ വീട്ടുകാർ പുറത്താക്കി. ഇങ്ങോട്ട് കയറരുത്. ആദ്യത്തെ പരീക്ഷണം കേട്ടോ. ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹ മെല്ലെ സൗദയിലേക്ക് കടന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ 65-ാമത്തെ വയസ്സിൽ യാത്രയായി. ആമുൽ ഹുസൻ എന്ന ദുഃഖവർഷം നബി പറഞ്ഞു. അപ്പോൾ അതോട്ട് അതിൻ്റെ അവസാനം കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്താൽ എത്തേണ്ടത് മക്കം ഫത്ഹിൻ്റെ അന്നുള്ള ആ സംഭവം. ഈ സംഭവ ബഹുലമായ ജീവിതം, അതിന് ഇസ്ലാമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് യാത്രയായ ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാമിൻ്റെ വമ്പൻ വളർച്ച കാണാത്ത അവസരത്തിലാണ് ആ വിഗ്രഹങ്ങൾ മുഴുവൻ പുറത്തേക്കെറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ മറമാടിയ ഖബർസ്ഥാനത്തിൻ്റെ അടുത്തേക്ക് നോക്കിയത്. ഇപ്പം അർത്ഥം മനസ്സിലായോ? ആദ്യം പറഞ്ഞു കൊടുത്തുന്നുള്ള അർത്ഥം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഖദീജ ബീവി എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങളൊന്നും നിങ്ങളെ ഭർത്താക്കന്മാരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിൽക്കുക, ഔട്ടിൽ അല്ലേ? അധിക പുരുഷന്മാരുടെയും മനസ്സിൽ സ്ത്രീകൾക്ക് സ്വാധീനമല്ല. കാരണം സ്വഭാവം തന്നെ കേട്ടോ. ഏറ്റവും നല്ല സാധനം എന്താ അറിയോ? വെളുപ്പല്ല കേട്ടോ. വെളുപ്പ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 കൊല്ലത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിൻ്റെ വെളുപ്പാണ് അല്ലേ? മനസ്സിന് വെളുപ്പില്ലെങ്കിലോ ഈ വെളുപ്പുകൊണ്ട് ഓനക്കൊരു കാര്യമില്ല. പിന്നെ ഓൻ കറുത്തതിൻ്റെ അയാൾ കിടക്കുക ചെയ്യുക. വെളുത്ത എൻ്റെ അടുത്തുണ്ട്, ഇനി കറുത്തത് വേണം. ഇനി തടിച്ചതിനെ കിട്ടിയാവോ എന്ത് ചെയ്യും? എനിക്ക് തടിച്ചത് എൻ്റെ അടുത്തുണ്ട്, മെലിഞ്ഞത് വേണം. മെലിഞ്ഞതിനെ കിട്ടിയാൽ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് മെലിഞ്ഞതുണ്ട്, തടിച്ചത് വേണം. കാരണം എന്താ? ദീനില്ല.
അതാ കാരണം കേട്ടോ. നിങ്ങളറിയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളൊക്കെ ചില കാരണങ്ങളുണ്ട്. സാമൂഹ്യമായ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ചില സംരക്ഷണത്തിൻ്റെ കാരണങ്ങളുണ്ട് കേട്ടോ. അല്ലാണ്ടങ്ങ് നബി കല്യാണം കഴിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയല്ല. നബിക്ക് അതിൽ താല്പര്യമില്ല. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കൂല. ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കാൻ താമസിപ്പിക്കൂല. ഈ പറക്കമുറ്റാത്ത മക്കളെയും നോക്കി റസൂലുള്ള പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ഇടക്കാണ് റസൂലുള്ളാഹിൻ്റെ പ്രബോധനം സ്വീകരിച്ച സൗദയും തൻ്റെ ഭർത്താവും അവരെ ശത്രുക്കളുടെ ഏറ്റവും മാരകമായ ശത്രുതയും വേദനയും ഒരുപാട് കിരാതമായ മർദ്ദനങ്ങളും സഹിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരമാവധി ഉപദ്രവം ഈമാൻ കൊണ്ട് തടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, അബിസീനിയയിലേക്ക് പോയിക്കോളൂ. യാത്ര അബിസീനിയയിലേക്ക്. എല്ലാവരും കൂടെ പോകുന്നു. സൗദ റളിയല്ലാഹു അൻഹു കൂടെ പോകുന്നു. അങ്ങനെ ഭർത്താവും കൂടെ പോയി. ഭർത്താവ് കൂടെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ യാത്രയായി. വർഷങ്ങൾക്ക് ശേഷമാണ് ഹംസ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ ഇസ്ലാം മതം സ്വീകരിച്ച രംഗം അവർ കേൾക്കുന്നത്. അപ്പോൾ മക്കയിൽ കുറച്ച് മുസ്ലിങ്ങൾക്ക് സ്വാധീനമുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അറിയുകയും അതടിസ്ഥാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. തിരിച്ചെത്തി ഏതാനും സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇവിടെ തിരിച്ചെത്തി മണിക്കൂറുകൾക്കുള്ളിൽ സൗദയുടെ ഭർത്താവ് സുക്രാൻ അഖിബ മിൻ റുജൂഇഹി മിൻ ഹിജ്റതിഹി തുവഫിയ അൻഹാ സൗദയിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു. ആ കറുത്ത വളരെ ശക്തമായ തടിയുള്ള സൗദ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഈ അബ്സീനിയയുടെ യാത്ര തിരിച്ചെത്തിയപ്പോൾ അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മക്കളെയും നോക്കി നിൽക്കുന്നതിലിടക്ക് ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഭാര്യ ഖൗല ബിൻത്ത് ഹക്കീം ഒരു ദിവസം റസൂലുള്ളാഹിൻ്റെ അടുത്തും കയറി വന്നു, സൗദൻ്റെ അടുത്തും കയറി വന്നു. അപ്പം സൗദയോട് ചോദിച്ചു, അല്ല നിങ്ങളും ഭർത്താവില്ല, സംരക്ഷണം കിട്ടാണ്ട് നിൽക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, റസൂലെ ഈ പറക്കമുറ്റാത്ത മക്കളിൽ നോക്കി നടക്കുകയാണ് നിങ്ങൾ. ഒരു കാര്യം ചെയ്യുക, സൗദയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൂടെ. സൗദയെ ഒരാളും കല്യാണം കഴിക്കൂല. നിങ്ങൾക്ക് അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു കുട്ടി അടുത്ത കാലത്തൊന്നും കല്യാണം കഴിക്കൂല കേട്ടോ. അപ്പോൾ കല്യാണം കഴിക്കൂല പറഞ്ഞാൽ മോഹലോകത്ത് ജീവിക്കുന്ന ആൾ കഴിക്കൂല എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമുള്ളൂ. അല്ലാണ്ട് അള്ളാഹു സൃഷ്ടിച്ച ഓരോ ആൾക്കും സൗദൻ്റെയൊക്കെ അത്ര നല്ല വിശാലമായ മനസ്സുള്ള ഒരു പെണ്ണിനെ ലോകത്ത് കാണാൻ കഴിയില്ല. അത് വേറെ വിഷയമാണ്. കറുത്തോട്ടുള്ളൂ കേട്ടോ സൗദ റളിയല്ലാഹു അൻഹ. കാരണം സൗദൻ്റെ വിവാഹത്തിന് ശേഷമാണ് നബി ആയിഷനെ കല്യാണം കഴിക്കുന്നത് കേട്ടോ. റസൂലുള്ളാഹിനോട് എന്താ പറഞ്ഞത് സൗദ അറിയാം കല്യാണം കഴിഞ്ഞ ശേഷം? റസൂൽ നിങ്ങളെ ഭാര്യയായിട്ട് പരലോകത്ത് റസൂലിൻ്റെ ഭാര്യയായി ഒത്തുകൂടുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. വേറെ നിങ്ങളുടെ ഭാര്യ പങ്കിടാൻ ഞാൻ ശാരീരികമായും മാനസികമായും യോഗ്യല്ല. എൻ്റെ അർത്ഥം മനസ്സിലായോ? അത്രയൊക്കെ മനസ്സിലായാൽ മതി. നോമ്പാനെ കൊണ്ട് അധികം മനസ്സിലാവില്ല കേട്ടോ. ഇത് ചിരിക്കാനുള്ള ക്ലാസ്സല്ല. ഈ ക്ലാസ് നിങ്ങളുടെ ബുദ്ധിയെ തട്ടി ഉണർത്തി നിങ്ങൾ എങ്ങനെ ഇനി അള്ളാഹുവിൻ്റെ ദീനിന് സേവനം ചെയ്യണം. ഇവരൊക്കെ പിരിഞ്ഞുപോയി, നാളെ ഇവരൊക്കെ നിങ്ങൾ പരലോകത്ത് കാണുമല്ലോ. അപ്പോഴാണ് നിങ്ങളെ കോയിൻ്റെ ഉള്ളിൽ നിറച്ചങ്ങളെ കാണുക. ഇസ്ലാമിന് വേണ്ടി ചെയ്ത ത്യാഗം കോയിൻ്റെ ഉള്ളിൽ മാന്തി അതിൻ്റെ ഉള്ളിൽ കോയിമുട്ട നിറച്ച്, ആ കോയിമുട്ടൻ്റെ മുകളിൽ മൈദമാവ് കൊണ്ട് കഫൻ ചെയ്ത് അതവിടെ വെച്ചതിന് ശേഷം ആടിനെ മാന്തി അതിൻ്റെ ഉള്ളിൽ ഈ കോയികളൊക്കെ കയറ്റി, എന്നിട്ട് അതിനെ മൈദമാവ് കൊണ്ട് കഫൻ ചെയ്ത് പൊരിച്ച് തലയെ കയറ്റി ഒരാളെ തലയെ കയറ്റി കൊടുത്തയച്ചു, കോള് കൊടുത്തയച്ചു. നിങ്ങളെ പണി അതാ. ഇവിടെ പണി നടക്കുന്നത് വേറെ കേട്ടോ. നിങ്ങളെ ഇസ്ലാം ദീനുള്ള സേവനാപ്പതൊക്കെ എന്ത്. പിന്നെ എല്ലാ കറികളും മനോഹരമായി എങ്ങനെ ഉണ്ടാക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞിട്ടോ. മനോഹരമായിട്ട് നല്ല വൃത്തിയിലും നല്ല രുചിയിലുമൊക്കെ ഭർത്താക്കന്മാർക്ക് ഭക്ഷണം മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. അത് നല്ല കാര്യമാണ്. പക്ഷെ അതേ അറിയുള്ളൂ, അത് തിന്നുക. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞർത്ഥം. ഇസ്ലാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളെ മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, അതറിയണ്ടേ വേണം. അപ്പം ഖൗല ബിൻത്ത് ഹക്കീം ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഭാര്യയാണ്. അവർ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇവരോട് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
എനിക്ക് സൗധ വിധവയാണെന്നറിയാം, അതുമാത്രവുമല്ല എനിക്ക് കുട്ടികളെ നോക്കാൻ ഒരാൾ ആവശ്യമുണ്ട്, അതുമറിയാം. ഇതിനൊന്നും ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറില്ല. പക്ഷേ സൗദ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെ പേരിൽ ഞാൻ സൗദയെ വധുവായി സ്വീകരിക്കുന്നു. രണ്ടാമത്തെ കല്യാണം അതാ കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അങ്ങനല്ല. 50 വയസ്സൊക്കെ ഉള്ള പെണ്ണുങ്ങളെ നബി കല്യാണം കഴിക്കുന്നുണ്ട്. നമ്മൾ 50 വയസ്സുള്ളത് നോക്കലെന്നല്ല. കല്യാണം കഴിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ നോക്കാറില്ല അല്ലേ. അപ്പോൾ സൗദ റളിയല്ലാഹു അൻഹയാണ് അടുത്ത് നബിയുടെ ഭാര്യയായി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെ പിന്നീട് പോറ്റി വളർത്തിയത്. അതിന് ഇടയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യം നിങ്ങളൊന്നറിയണം കേട്ടോ. അബൂബക്കർ സിദ്ദീഖിൻ്റെ മോളാന്നൊക്കെ നമുക്കറിയാം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപദം അലങ്കരിക്കുമ്പോൾ ആയിഷ ബീവിക്ക് 9 വയസ്സാണ്. 9 വയസ്സുകാരുടെ നിങ്ങൾ ആലോചിച്ച് നോക്കി കേട്ടോ. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം ദാമ്പത്യത്തിൻ്റെ ലക്ഷ്യത്തിലല്ല. പകരം ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയാണെന്ന് മുസ്ലിം ലോകത്തിന് മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഓർമ്മശക്തി കൂടുതലുള്ള നബിയുടെ കൂടെ ജീവിക്കാൻ ഒരാൾ. അതാണ് ആയിഷ ബീവി മേള. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന 9 വയസ്സിൻ്റെ മുകളിൽ ഞാൻ കല്യാണം കഴിക്കുന്ന അത് ശരി, പിന്നെ മൂപ്പര് 9 കൂടിയാന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ 9 വയസ്സുള്ള എന്ന് മാത്രമല്ല, 9 വയസ്സ് പ്രായം എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചോളം നിങ്ങൾ അറിയേണ്ടത് അവരുടെ നബിയുമായി കൂടെ ജീവിച്ച കൊല്ലം, ഭാര്യയായിട്ട് ജീവിച്ച കൊല്ലം 9 കൊല്ലവും 5 മാസമാണ്. ആകെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദാമ്പത്യം എത്രയാണ്? 9 കൊല്ലവും 5 മാസം. അപ്പോഴേക്കും റസൂലുള്ള യാത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിത. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, തഅല്ലമു മിൻഹാ ജുസ്അൻ മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ആയിഷയിൽ നിന്ന് പഠിക്കണം. അതാണ്, ആയിഷയിൽ നിന്ന് പഠിക്കണം. കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഭയങ്കര കർമ്മശാസ്ത്ര പണ്ഡിതൻ. കർമ്മശാസ്ത്ര പണ്ഡിതൻ മനസ്സിലായി. ഓരോരോ കർമ്മങ്ങളിൽ നിങ്ങൾക്ക് ഓരോരോ സംശയം വരത്തില്ലേ? ആ സംശയം വന്നാൽ ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഉത്തരം പറയാൻ ഒരുപാട് ഉന്നതന്മാരായ പുരുഷന്മാരുടെ ഗുരുനാഥയാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലാതെ നിങ്ങളെ മാതിരി ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അയക്കേണ്ട ഇപ്പോൾ ഓരോ മൂലക്കൽ ഇങ്ങനെ കുത്തിരിക്കുകയായിരിക്കും, കണ്ണും മൂക്കൊക്കെ പൂട്ടിയിട്ട് ചാക്കിൻ്റെ ഉള്ളിൽ പൊയിഞ്ഞ് കുത്തിരിക്കുന്ന ആളൊന്നല്ല കേട്ടോ. ഉന്നതയായ പണ്ഡിത, കർമ്മശാസ്ത്ര പണ്ഡിത, പല പുരുഷന്മാരുടെയും ഗുരുനാഥയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഈ പ്രായത്തിൻ്റെതായ ചില പോരായ്മ ആയിഷ ബീവിക്ക് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നബിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഇഷ്ടമുണ്ടോ? അത് ചോദിക്കും. ഇപ്പം പയമായിട്ടുണ്ടോ? എത്ര ഉണ്ട്? എത്ര നിങ്ങൾ ചോദിക്കലില്ലേ അങ്ങനെ? അങ്ങനെ നിങ്ങൾ ചോദിക്കലുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നു ഇഷ്ടമില്ല എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങും അല്ലേ. അത് ആയിഷ ബീവി തുടങ്ങും. അപ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്ക് നിങ്ങൾ നബിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബി പറഞ്ഞു, പിരിച്ചു മുറുക്കിയ കയറ് പോലെ, അങ്ങനെ കൽ ഹബ്ലിൽ മതീൻ, അതിശക്തമായി പിരിച്ചു മുറുക്കിയ കയറ് പോലെ എനിക്ക് എന്നോട് സ്നേഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോൾ സ്നേഹം? പഴയതുപോലെ തന്നെ അറിയും നബി. അത്ര അതും നിങ്ങൾ അറിയണം. നല്ല പണ്ഡിതയാണ്, കർമ്മശാസ്ത്ര പണ്ഡിതയാണ്, ബുദ്ധിപരമായ കഴിവുണ്ട്, ഒരുപാട് ഉന്നതന്മാരായ സഹാബാക്കളുടെ ഗുരുനാഥയായി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെ ചില സ്വഭാവം സ്വാഭാവികമായിട്ട് പ്രായത്തിൻ്റെതായത് ഉണ്ടാവുമല്ലോ അല്ലേ. അവിടെയൊക്കെ റസൂലുള്ളാഹിൻ്റെ മറുപടികൾ കേൾക്കണം. സാധാരണഗതിയിൽ ആണുങ്ങൾ എന്താ പറയുക, അങ്ങനെ സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ എന്താ മറുപടി പറയുക? കയറ് മുറുക്കിയത് പോലെ എന്നാ? അല്ല, ഒരു ഇഷ്ടമില്ല, വേണേ ഇവിടെ നിന്നാൽ മതി, ഒരു ഇഷ്ടമില്ല, ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല. പിന്നെ അള്ള തലയെ കെട്ടി വെച്ചില്ലേ എന്ന വർത്താനാ പറയുള്ളൂ അല്ലേ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മറുപടിയോ വളരെ സന്തോഷമല്ലേ? ഉണ്ട്. അതാണ് റസൂലുള്ളാഹിൻ്റെ മറുപടി. അതാണ് റസൂല് കേട്ടോ. ആയിഷ ബീവി ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ ഇനി കൂടെ ജീവിക്കുമ്പോൾ ആയിഷ ബീവി ഇത്രയും ചെറിയ കുട്ടിയല്ലേ. റസൂലുള്ളാഹിൻ്റെ വീടെന്താ നിങ്ങൾ ഈത്തപ്പന കൊണ്ടുണ്ടാക്കിയ ഒറ്റ മുറിപ്പ്, അതിലാണ് മരണം വരെ റസൂലും ആയിഷയും താമസിച്ചത്. ഇന്നിവിടെ തങ്ങളാന്ന് അറിഞ്ഞാൽ പോരെ. നബിൻ്റെ ഭാര്യ ബീവിയാണല്ലോ ഒറിജിനൽ അല്ലേ. നമ്മളവിടെ ഇപ്പോൾ ഒരു ആളെ പിടിച്ചില്ലേ, ഇന്നലെയാണ് തോന്നുന്നു മൂപ്പരെ കിട്ടിയത്. നമ്മളെ ആ പെണ്ണെ കൊന്ന തങ്ങളില്ലേ,
ആ എന്താണ് ചെയ്യാന്നല്ലേ ഇപ്പം പറയുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് അയാൾക്കല്ല സുഖം. അയാൾക്ക് നമ്മളെ ചില മുജാഹിദീങ്ങളെ ഫത്വയും കൂടി ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ. ചില മുജാഹിദ് പണ്ഡിതന്മാർ അവർക്ക് പിരി മുറുകിപ്പോയതാ അല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് വരുന്നതാണ്. സാധാരണഗതിയിൽ ആളുകൾക്ക് വിവരം കൂടുന്നതനുസരിച്ച് ഹിദായത്ത് കൂടുക ചെയ്യുക, തൗഹീദ് കൂടുക ചെയ്യുക, അതിനുവേണ്ടി ത്യാഗം വരിക്കാൻ തയ്യാറാവുക ചെയ്യുക. ഇത് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കി അല്ലേ. പോട്ടെ. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലിയ അനുഗ്രഹീതായ ഭാര്യ, ആ ഭാര്യൻ്റെ ജീവിതത്തിൻ്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്, ഒരൊറ്റ മുറി കേട്ടോ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒറ്റമുറി 4 മുറി ആക്കാൻ പിരിവെടുക്കും. ഉറപ്പല്ലേ? നാട്ടിൽ മുഴുവൻ നടന്ന് പിരിവെടുക്കും. പിരിവെടുത്തിട്ട് അവിടത്തേക്ക് എത്താത്ത പിരിവാണെങ്കിൽ പിന്നെ നമുക്കിപ്പം മറ്റോല് തന്ന് മറ്റോല് തന്ന് ഇപ്പോൾ ഓടിട്ടിക്കണ്. ഓടിട്ടതിൻ്റെ ശേഷം ഇനി അമ്മക്കായൊന്നും ഓടിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കണം. കാരണം എന്താ അറിയോ? പാസി പിടിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, ഒരുപാട് ജീവികളൊക്കെ അകത്ത് കിടക്കുന്നതിനെ കൊണ്ട് എൻ്റെ കുട്ടിയൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇത് തുടങ്ങിയത് എവിടുന്നൊന്നും ആലോചിക്കില്ല. അതാ ഞാൻ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ മരണം വരെ റസൂലുള്ളാഹിൻ്റെ കൂടെ ഓലമേഞ്ഞ ഒറ്റമുറിയിലാണ് താമസിച്ചത് കേട്ടോ. ഇനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ മടിയിൽ തലചായ്ച്ച് കിടക്കാറുണ്ട്. അപ്പോൾ നബിക്ക് വഹി ലഭിക്കാറുണ്ട്. ആയിഷ ബീവിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ മാത്രമേ റസൂലുള്ളാഹിക്ക് വഹി ഉണ്ടായിട്ടുള്ളൂ. മറ്റൊരു ഭാര്യമാരുടെയും എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിൻ്റെ അതിശക്തമായ രോഗം വന്നപ്പോൾ നബി ആഗ്രഹിച്ചത് ആയിഷ ബീവിയുടെ കൂടെ കഴിയാനാണ്. അപ്പം മരണത്തിൻ്റെ സമയത്ത് അത് റസൂൽ തന്നെ പറയുന്നുണ്ട്, ആയിഷ ബീവിയും പറയുന്നുണ്ട്, ഫീ യൗമി, എൻ്റെ ദിവസം, ഒ ഫീ ഹിജ്രി, എൻ്റെ മടിയിൽ തലചായ്ച്ച് കേട്ടോ. നബിയും ആയിഷ ബീവിയും അടുത്തടുത്ത് നിന്നുകൊണ്ട്, കാരണം ഏറ്റവും ചെറുപ്രായക്കാരത്തിയാണെങ്കിൽ പോലും ഒരുപാട് അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ ഭാര്യയാണ് കേട്ടോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറമാടിയതും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇതേ വീട്ടിലാണ് കേട്ടോ. അത് മരിച്ചതെവിടെയാണോ അവിടെയാണ് അമ്പിയാക്കന്മാരെ മറമാടേണ്ടത്. അതുകൊണ്ടാണ് അവിടെ തന്നെ മറമാടേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് നല്ല വനിതകൾ, ഉദാത്തമായ ദാനധർമ്മം നിർവഹിച്ച മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നിങ്ങൾ അറിയണം, ഒരിക്കൽ അബൂ സുഫിയാൻ, മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ 80,000 ദിർഹം ആയിഷ ബീവിക്ക് കൊടുത്തയച്ചു. ആ 80,000 ദിർഹമും സാധുക്കൾക്ക് നിന്ന നിപ്പിൽ നിന്ന് ദാനം കൊടുത്തു. 80,000 ദിർഹം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ഖാദിമത്തുണ്ടായിരുന്നു, ഒരു സഹായി ആയിഷ ബീവിൻ്റെ സഹായിയായ ബരീറ. അവർ ചോദിച്ചു ആയിഷ ബീവിനോട്, ഇന്ന് നിങ്ങൾക്ക് നോമ്പില്ലേ? ഇന്ന് ഇതെല്ലാം നിങ്ങൾ ദാനം കൊടുത്താൽ ഒരു ദിർഹം എടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ച് ഇറച്ചി വാങ്ങാമായിരുന്നില്ലേ? അപ്പോൾ ആയിഷ ബീവി പറയാൻ, എനിക്ക് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ? എങ്കിൽ ഞാൻ ആ ഒരു ദിർഹം എടുത്ത് വെക്കുമായിരുന്നു. എങ്ങനെയുണ്ട് സഹാബി വനിത? അപ്പോൾ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ചിലവിലായിരിക്കും, അങ്ങനെയാണല്ലേ, എന്നാൽ അങ്ങോട്ട് തരി നിങ്ങളത്. അങ്ങനല്ല, ഒരു ഭയങ്കര കേട്ടോ, പറയാൻ പറ്റില്ല. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇത്രയും മനോഹരമായ ജീവിതം ഹിജ്റ 6-ാം വർഷം ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരുപാട് അപരാധങ്ങളുണ്ടായി അല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയാം. ആ അപരാധത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരുപാട് പ്രയാസപ്പെട്ട സന്ദർഭം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട സന്ദർഭമായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അറിയേണ്ടത്, ഭാര്യമാർ രോഗിയൊക്കെ ആവുമ്പോൾ, ആയിഷ ബീവി അപവാദ പ്രചരണം വന്നതിന് ശേഷം ആയിഷ ബീവി രോഗിയായതൊക്കെ നിങ്ങൾക്കറിയാം. റസൂലുള്ള വീട്ടിൽ വരും, സലാം ചെല്ലുന്നല്ലാതെ മറ്റൊരു ഇതുമില്ല. അതിൻ്റെ മുമ്പ് റസൂലുള്ള ഭാര്യമാരോട് ഭയങ്കര, ആയിഷ ബീവി നബിയായിട്ട് ശരിക്കും പറഞ്ഞ ഒരു കളിയാണ്, ഒരു സന്തോഷത്തിൻ്റെ കളിയാണ്. ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ആടിന് അർത്ഥം അപ്പൻ ആയിഷ ബീവിനോട് പറയും,
ഖദീജൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ കൊടുത്തയച്ചാൽ വേണ്ടിയിട്ടാണ്. അത് ആയിഷാ ബീവിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനോ ആയിഷാ ബീവിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ആയിഷാ ബീവി പറയാ, മാ ഗിർത്തു അല അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഗിർത്തു അല ഖദീജ റളിയല്ലാഹു അൻഹ. നബീൻ്റെ ഭാര്യമാരിൽ ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള അത്ര വെറുപ്പ് എനിക്ക് ഒരു ഭാര്യമാരോടുണ്ടായിട്ടില്ല. കാരണം എപ്പോഴും നബി പറയും, ഉദിയ ബി ഖൽബി ഹുബ്ബി ഹുബ്ബിഹ, എൻ്റെ മനസ്സ് അവളോടുള്ള സ്നേഹം ഊട്ടിയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആയിഷാ ബീവിക്ക് ദേഷ്യം പിടിക്കും. എന്നാൽ ആയിഷാ ബീവി പറയാണ്, ഒമാ റായിത്തുഹ കത്ത്, ഞാൻ ഖദീജ ബീവിനെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം നബി ഇങ്ങനെ പറയും, വലാക്കിൻ കാന യക്സുറു ദിക്റഹ, എപ്പോഴും ഖദീജ ബീവിൻ്റെ ഗുണം ഇങ്ങനെ പറയും. മരിച്ച ഒരു ഭാര്യയ്ക്ക് ശേഷം വേറൊരാൾ വേറെ കല്യാണം കഴിച്ചിട്ട് ഓളങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് ഞങ്ങളെന്ത് പറയും അല്ലേ? ആയിഷാ ബീവിക്ക് ദേഷ്യമായിരുന്നു. അങ്ങനെ റുബ്ബമാ ദബഹ ഷാത്ത, എപ്പോഴെങ്കിലും നബി ആടിനർത്താൽ സുമ്മ യുക്കത്യുഹ അഹ്ലാൻ, നബി അത് കഷ്ണം കഷ്ണമാക്കി മുറിച്ചെടുത്ത് സുമ്മ യബ്അസുഹ ഫി സദായിഖി ഖദീജ, ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കാൻ പറയും. എന്നിട്ട് പറയും ഖദീജ ബീവിയോടുള്ള അതേ രൂപം തന്നെ. അതാണ് ചിലപ്പോൾ പറയും, ഞാൻ കാലം യക്കുൻ ഫിദ്ദുനിയ ഇമ്രാത്തുൻ ഇല്ല ഖദീജ, നിങ്ങൾക്ക് ഖദീജ അല്ലാണ്ട് ദുനിയാവിൽ വേറെ പെണ്ണുങ്ങളൊന്നുമില്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ആയിഷാ ബീവി പറയാം. ഫയഖൂൽ, അപ്പം നബി പറയും, ഇന്നഹാ കാനത്ത് വ കാനത്ത്, എനിക്ക് ഓളായിട്ട് ഓളെന്നേ ഉള്ളൂ, അത് പനക്കൊന്നും ആകാൻ കഴിയില്ല, അത് തന്നെ. പിന്നെയോ വ ഖാനലി മിൻഹ വലത്, കുഞ്ഞുങ്ങളും അവൾ എനിക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. അവളായിട്ട് അവൾ തന്നെ ഉള്ളൂ, വേറൊരാളെ നമുക്ക് ആ രംഗത്ത് കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയും ഇതുപോലെ തന്നെ ധർമ്മിഷ്ഠയാണ്, പണ്ഡിതയാണ്, നല്ല പിന്നെ പ്രാസംഗികയാണ്, യുദ്ധം വരെ നയിച്ച പെണ്ണാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ആ യുദ്ധത്തിൻ്റെ കാരണം അലി അള്ളാഹുനും ആയിഷാ ബീവിയും തമ്മിലാണ് യുദ്ധം നടന്നത്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഇതുണ്ട്. എന്താ പ്രശ്നം അറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളെ കണ്ടുപിടിക്കണമെന്നതായിരുന്നു ആയിഷാ ബീവിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി അതിന് സമയമെടുക്കണമെന്ന് മറ്റേ ആളും ഇപ്പം തന്നെ കണ്ടുപിടിക്കുന്ന ആയിഷാ ബീവി. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഘാതകനെ കണ്ടുപിടിക്കണം, അതായിരുന്നു എൻ്റെ വിഷയം. പിന്നെ ആ രംഗം കുറച്ച് വഷളാകാൻ തുടങ്ങിയപ്പോൾ ആയിഷാ ബീവി പറഞ്ഞു, ഞാനില്ല, ഞാൻ പിന്മാറുകയും. കാരണം ബുദ്ധിപരമായ കഴിവുണ്ട്. ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം തെറ്റാണെന്ന് തീരുമാനിച്ചാൽ ആ തെറ്റായ തീരുമാനം തിരുത്താൻ അവർക്ക് കഴിയും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരാളിലേക്ക് കിടക്കാം. മറ്റൊരു സഹാബ വനിത ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം മതം സ്വീകരിച്ച് വഹദ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കുകൾ വധിക്കാൻ പ്ലാനിട്ടു. അന്നാണ് ഉമ്മു ഹബീബ് ആദ്യമായി വാളെടുത്ത് രംഗത്ത് വരുന്നത്. യുദ്ധം ചെയ്യുക കേട്ടോ, ഇസ്ലാമിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്തേ തോന്നുന്നുണ്ടോ? വാളെടുത്ത് യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ വധിക്കാൻ പ്ലാനിട്ടുണ്ട്. അപ്പം ആ യുദ്ധത്തിൽ, വഹദ് യുദ്ധത്തിനിറങ്ങിയ അവർക്ക് കുന്തം കൊണ്ടും വാളുകൊണ്ടും 13 വെട്ട് ശരീരത്തിലേറ്റു. ഇസ്ലാമിന് വേണ്ടി ഏൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉന്നം വെച്ച് ശത്രുക്കൾ എയ്തു വിടുന്ന എല്ലാ അമ്പുകളും സ്വന്തം ശരീരം വെച്ച് തടുത്തിട്ടുണ്ട് ഉമാറ. നബിൻ്റെ നേരെ എയ്തു വിടുന്ന അമ്പുകൾ മനസ്സിലായി. അതുപോലെ തന്നെ പിന്നെ ഒരിക്കൽ ഉമാർ റളിയല്ലാഹു അൻഹു അവർ വന്നിട്ട് നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ നിങ്ങളെ കൂടെ എത്രയോ ത്യാഗവും ഒക്കെ സഹിച്ച് കൂടാറുണ്ട്, പക്ഷേ പുരുഷന്മാരെ വാഴ്ത്തിയും പുകഴ്ത്തിയുമാണല്ലോ വിശുദ്ധ ഖുർആനിൽ ആയത്തുള്ളത്, ഇതിലെനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് മുഖവുരയിൽ ഓതി വെച്ച ആയത്ത് അപ്പോൾ ഇറങ്ങിയതാണ്. ഏത്? ഇന്നൽ മുസ്ലിമായും ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ച പുരുഷന്മാരും സ്ത്രീകളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, വിനയമുള്ള പുരുഷന്മാരും വിനയമുള്ള സ്ത്രീകളും, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധന്മാരായ പുരുഷന്മാരും സത്യസന്ധന്മാരായ സ്ത്രീകളും, വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമാശാലികളായ പുരുഷന്മാരും ക്ഷമാശാലിനികളായ സ്ത്രീകളും, വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഭക്തരായ പുരുഷന്മാരും ഭക്തരായ സ്ത്രീകളും. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടിയതാട്ടോ. വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ദാനധർമ്മം നിർവഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും,
വസ്വായിമീന വസ്വായിമാത്ത്, വ്രതമനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വൽഹാഫിലീന ഫുറൂജഹും വൽഹാഫിലാത്ത്, ജനനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അലീമ, അള്ളാഹു അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്, അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവിക്കണം കേട്ടോ. അപ്പോൾ അത് അബൂ ഉമാറ പറഞ്ഞ അതിനുള്ള മറുപടിയായിട്ടാണ് നമ്മൾ ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് കേട്ടോ. മുസ്ലിങ്ങളുടെ ഈ സമയത്ത് ഉമ്മു ഉമാറ ഇസ്ലാമിൽ സ്വീകരിച്ച് വഹദ് യുദ്ധം നടന്ന് അതിൻ്റെയൊക്കെ ശേഷം മുസ്ലിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായ കാലഘട്ടം. ഈ സമയത്താണ് മുസ്ലിങ്ങൾക്ക് ഈ വിജയമൊക്കെ കണ്ടിട്ട്, മുസ്ലിങ്ങളും മുഹമ്മദ് നബിയൊക്കെ ഇത്രയും വലിയ ഉന്നതമായ വിജയമൊക്കെ കണ്ടപ്പോൾ ഒരാൾ ഇറങ്ങി. അയാളാണ് കള്ളപ്രവാചകനായിട്ട് മുഹമ്മദ് നബിക്ക് ശേഷം വന്ന നബി എന്നും പറഞ്ഞിട്ട് ആദ്യം രംഗത്ത് വരുന്നത്. മൂപ്പരെ പേരാണ് മുസൈലിമത്തുൽ കദ്ദാബ് കേട്ടോ. മുസൈലിമത്തുൽ കദ്ദാബിനെതിരിലായിരുന്നു അടുത്ത പരിപാടി. അതെന്താ, അതിനുശേഷം ഈ സംഭവത്തിനൊക്കെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനൊക്കെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നബി എന്ത് ചെയ്തു അറിയോ, മുസൈലിമത്തുൽ കദ്ദാബിന് ഒരു കത്ത് എഴുതി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട്. കള്ളപ്രവാചകൻക്കൊരു കത്ത് ആര് കൊണ്ടുപോയി കൊടുക്കുന്നു ചോദിച്ചു. അപ്പോൾ ഉമ്മു ഉമാറയുടെ മകൻ ഹബീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കത്തുമായി യമാമയിലെത്തി. യമാമയിലാണ് ആരുള്ളത്, മുസൈലിമത്തുള്ളത്. കത്തുമായി അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ മുസൈലിമത്തുൽ കദ്ദാബ് ആകെ കലിതുള്ളി കത്ത് വായിച്ചു തുടങ്ങി. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടേ മുഹമ്മദ് നബി അയക്കുന്നത്, മൂപ്പര് വേറൊരു നബി എന്ന് വാദിക്കുകയും ചെയ്യുക കേട്ടോ. ഇപ്പോൾ മീർസാ ഗുലാം അഹമ്മദ് ഏറ്റ് നടക്കുന്ന ആൾക്കാരില്ലേ, ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇന്ന് തുടങ്ങിയാന്ന്, കുറേ കാലമായി. നബി ഉള്ള കാലത്താണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ, അതായത് ഉമ്മു ഉമാറയുടെ മകനെ ഇവിടെ മുസൈലിമത്ത് ചോദിച്ചു, അലറിക്കൊണ്ട് ചോദിച്ചു, നീ മുഹമ്മദ് നബി വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചു. തീർച്ചയായും. ഞാൻ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചു. ആ ശബ്ദം കേൾക്കുന്നതിൻ്റെ കാതുകൾ കരോചകമാണെന്ന് പറഞ്ഞു. മുസൈലിമത്ത് തൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇവൻ്റെ ഓരോ വിരലും മുറിക്കണം, ഓരോ വിരൽ. ആദ്യത്തെ വിരൽ മുറിച്ചിട്ട് ചോദിച്ചു, ഹബീബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇപ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടോ മുഹമ്മദ് നബിയിൽ? മുഹമ്മദ് നബിനെ അവിശ്വസിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മറുപടി അതാണ്. രണ്ടാമത്തെ വിരൽ മുറിച്ച് ചോദിച്ചു, അപ്പോഴും മറുപടി അത് തന്നെ. 5 വിരലും മുറിച്ചു, അപ്പോഴും മറുപടി അത് തന്നെ. അടുത്ത കയ്യിൻ്റെ വിരലും മുറിച്ചു 5 അപ്പോഴൊക്കെ മറുപടി അത് തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഇതര അവയവങ്ങൾ മുറിക്കാൻ തുടങ്ങി. അതിനിടയിൽ രക്തം വാർന്ന് ഹബീബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമ്മു ഉമാറയെ സംബന്ധിച്ചോളം 18-12 വെട്ട് വഹദിൽ കിട്ടി. അതിൽ പിറന്ന മകനാണിത്. ഷഹീദായ വിവരം അറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ്, എൻ്റെ മകന് സ്വർഗം കൊടുത്ത അള്ളാഹുവേ നിനക്ക് സ്തുതി എന്ന് പറയാൻ ആ ഉമ്മ മറന്നില്ല. എടാ, ഇസ്ലാമിന് വേണ്ടിയാണ് എൻ്റെ മകൻ യാത്രയായത്. അതിൽ സന്തോഷിക്കുന്ന മാതാവ് അതാണ് ഉമ്മു ഉമാറ കേട്ടോ. അതിനുശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നബിയുടെ മരണശേഷം ഉണ്ടായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖാണുള്ള നബി ഭരിച്ചതിന് ശേഷം 1-ാം ഖലീഫ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈ മുസൈലിമത്തുൽ കദ്ദാബിനെ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ഞാൻ ഈ പറഞ്ഞ ഉമ്മു ഉമാറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സമ്മതം ചോദിച്ചു. അപ്പോൾ പിന്നെ അതിനൊരുപാട് കാര്യങ്ങൾ വേറെ പറയാണ്ട്. റസൂലുള്ളാഹിക്ക് നിന്നിങ്ങനെ പൊരുതുന്ന സമയത്ത് ശത്രുക്കളൊക്കെ കളം വിട്ട് ഓടുമ്പോൾ പൊട്ടിയ കുന്തവും വാളുമൊക്കെ വാങ്ങിയിട്ട് ഉമ്മു ഉമാറ അങ്ങനെ രംഗത്ത് അതിശക്തമായി യുദ്ധം ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമ്മു ഉമാറെ, നിന്നെപ്പോലെ വേറെ പെണ്ണുങ്ങളൊന്നുമില്ല കേട്ടോ, ഒരു പുരുഷനും ആവില്ല നീ ചെയ്യുന്നത് പോലെ ഇസ്ലാമിന് സേവനം ചെയ്യാമെന്നൊക്കെ നബി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ സമയമില്ല കേട്ടോ. ഞാൻ അവസാനിപ്പിക്കുക. ഉമ്മു ഉമാറയുടെ മകൻ യാത്രയായി.
ആ ഉമ്മുമാറയുടെ മകനെ ഇഞ്ചിഞ്ചായി മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ കിങ്കരന്മാർ വെട്ടി നുറുക്കിയതാണ്. റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൂടെ സമ്മതം ചോദിച്ചു പോരാൻ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ അങ്ങയെ പുകഴ്ത്തിയത്, നിങ്ങളെ പുകഴ്ത്തിയതും യുദ്ധരംഗത്തുള്ള നിങ്ങളുടെ സേവനവും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ യുദ്ധത്തിന് പോകാൻ അനുവദിക്കുകയാണ്. ഇനിയാണ് നിങ്ങൾ കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ യുദ്ധരംഗത്ത്, ഇസ്ലാമിൻ്റെ യുദ്ധരംഗത്തുണ്ടായിരുന്ന തേരാളി ഖാലിദ് ബിൻ വലീദായിരുന്നു. ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് ഒരുക്കിയ സജ്ജമാക്കിയ ആ ശക്തമായ യുദ്ധ പട്ടാളക്കാരെ മുഴുവനും വിരട്ടി ഓടിച്ചു. എല്ലാം തോറ്റോടി. മുസൈലിമത്തുൽ കദ്ദാബ് ഏകദേശം മരത്തെങ്ങിൻ്റെ മേലെ ഉയരമുള്ള ഒരു തോട്ടമുണ്ട്, അതിൻ്റെ ഗേറ്റുണ്ട്, അതിന് പാറാവുമുണ്ട്, അതിൻ്റെ അകത്ത് കയറി ഒളിച്ചു. ഈ ഉമ്മുമാറ അടക്കമുള്ള ആളുകൾ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ആ തോട്ടത്തിൽ കടന്നു. അതൊക്കെ എൻ്റെ മുതിർന്ന ക്ലാസ്സിലുള്ള ആളുകൾക്ക് ആ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പം കേൾക്കുമ്പോൾ അത് എവിടെയുള്ള എന്നൊക്കെ പോലെ ആലോചിക്കുന്നുണ്ടാവും നോമ്പായനെ കൊണ്ട്. ഒരു ഈ ചരിത്രമൊക്കെ അറബ് മൂല്യത്തോടു കൂടി പഠിച്ചതാണ്. പക്ഷെ ഞാനിപ്പം വല്ലാണ്ട് അറബ് മൂല്യം എടുത്ത അത്രയും കഥയും പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് ഒഴിവാക്കിയത്. അപ്പോൾ ഒരിതിൻ്റെ എല്ലാ ഭാഗവുമല്ല ഞാൻ പറയുന്ന ചരിത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മറ്റൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ, അതിൽ നിന്നാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ശക്തമായി പോരാടാൻ തീരുമാനിച്ചുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബ് ഒളിച്ചു ചാടിയ ആ തോട്ടത്തിനകത്ത് ഇവർ കടന്നു പ്രവേശിച്ചു. ഉമ്മു ഹബീബ് അടക്കം. ഉമ്മുമാറയുടെ ഒരു മകൻ അബ്ദുള്ളയുണ്ട് കൂടെ, ഒരു മോനും കൂടി ഉണ്ട്. ഒന്ന് ഷഹീദായതാ, ഒന്നിനെയും കൂടി കൂട്ടിയിരിക്കുന്നു ഈ യുദ്ധത്തിന്. ഒരു ഉമ്മ കൂട്ടുമോ? ആലോചിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അതിനകത്ത് കടന്നു. അതിനകത്ത് കടന്നപ്പോൾ അതിസാഹസികമായിട്ടാണ് കടന്നത് കേട്ടോ. അപ്പോൾ അവിടെ കാവൽ നിന്നവർ ഉമ്മുമാറയെ തുരുതുര വെട്ടി 12 വെട്ടു. 2 കൈയും 2 കഷ്ണമായി. ഇസ്ലാമിന് വേണ്ടി 2 കൈയും 2 കഷ്ണമായി. എന്നിട്ടും മടങ്ങിയില്ല. ഈ സമയത്ത് പെട്ടെന്ന് ഉമ്മുമാറയെ സന്തോഷിപ്പിക്കുവാനുള്ള അവസരമെന്ന നിലക്ക്, നിങ്ങൾക്കറിയാമോ, മുമ്പ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിലേക്ക് ചാട്ടൂളി എറിഞ്ഞ് മുശ്രിക്കുകളെ സഹായിച്ച വഹ്ഷി അപ്പോഴേക്കും മുസ്ലിമായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ പ്രശ്നം, വഹ്ഷി വളരെ ദൂരത്ത് നിന്നിട്ട് അതിശക്തമായ രൂപത്തിൽ മുസൈലിമത്തിൻ്റെ നേരെ ഒരു ചാട്ടൂളി അയച്ചു. തകർന്ന് തരിപ്പണമായി പോയി ഒരു മുസൈലിമത്ത്. അപ്പോൾ വഹ്ഷി പറയുന്നു, ഞാൻ മുമ്പ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിന് പകരമായി അള്ളാഹുവെ നിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവിനെ ഞാൻ വീഴ്ത്തിയിരിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റിന് ഇത് പരിഹാരമാകണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ഉമ്മു അമ്മാറ ആ സമയത്ത് നിങ്ങൾ അറിയേണ്ടത് 12 വെട്ടാണ് കേട്ടോ. ആ അവസരത്തിൽ എല്ലാ അവയവങ്ങളും എന്തായിട്ടുണ്ട്, വിരൽ വെട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ അവയവങ്ങളും ഈ നശിപ്പിച്ചു. ഇനി അവസാനമായി ഒരായത്ത് നിങ്ങൾ കേട്ടോളൂ. സഹാബ വനിതകളും ഈ രംഗത്തേക്ക് ഇറങ്ങാൻ കാരണം, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറ തുൻജീക്കും മിൻ അദാബിൻ അലീം. വിശ്വസിച്ചവരെ, ഇതാ നിങ്ങൾക്കൊരു കച്ചവടം അറിയിക്കുകയാണ്. അറിയിച്ചു തരട്ടെ എന്ന് അള്ളാൻ്റെ ചോദ്യം. ഒരു കച്ചവടത്തിന് ലാഭം, തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്നുള്ള മോചനം. കച്ചവടത്തിൻ്റെ ലാഭം ആദ്യം പറഞ്ഞ്, സാധാരണ ഒരു കച്ചവടം തുടങ്ങാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്ര റുപ്യ മുടക്കണം എന്നല്ലേ. ഇതിൻ്റെ ലാഭം കുറുകാൻ പറഞ്ഞു. ലാഭം തുൻജീക്കും മിൻ അദാബിൻ അലീം. എന്താ മുടക്കേണ്ടതെന്ന് പിന്നെ, ഒന്ന് തുഅ്മിനൂന ബില്ലാഹ്, ആ നരകത്തിന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുള്ള വിശ്വാസം, തൗഹീദ് ഉണ്ടാവണം കേട്ടോ. 2 വറസൂലിഹി, 23 കൊല്ലക്കാലം പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സന്ദേശങ്ങൾ കയ്യിലുണ്ടാവണം. ഒ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും, സ്വന്തം ശരീരം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ധർമ്മസമരം ചെയ്യണം. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഇഹലോക ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ ജീവിതം. ഇൻ കുൻതും തഅലമൂൻ, വല്ല വിവരവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ഉത്തമം, അതാണ് ശേഷിക്കുന്ന കർമ്മം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന കോലത്തിൽ ജീവിച്ചാൽ നിങ്ങൾ വയസ്സാവുമ്പോൾ കുറേ ഇങ്ങനെ പേനും ഇതൊക്കെ നോക്കി കുത്തിരിക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കും, പുതുക്കം പോയതും വന്നതും ആദ്യമായിട്ട് അമ്മായിമ്മ ചീത്ത അറിഞ്ഞതും അതിന് നിലവിളിച്ചതും പിയാപ്പിളുടെ അടുത്ത് ആദ്യമായിട്ട് അടിയിട്ടെന്ന് അതുള്ളതും ബീച്ചിൽ ആദ്യമായിട്ട് കൊണ്ടുപോയതും പിന്നെ ഐസ്ക്രീം വാങ്ങി തന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കുത്തിരിക്കുക. പക്ഷേ മരിക്കുമ്പോൾ ഈ ഐസ്ക്രീം ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാണ്ടാവില്ല, പകരം അതൊക്കെ അവിടെ ഇട്ടെറിഞ്ഞ് പോകും കേട്ടോ. അപ്പം നമുക്ക് അള്ളാഹു പറയുന്നു, ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഈ വിധം നിങ്ങൾ ജീവിച്ചാൽ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാം, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനമരുളാം കേട്ടോ. ഈ ശബ്ദം എരിപ്പങ്ങളോട് പറയാൻ സഹാബ വനിതകൾ എന്നിട്ട് എന്താ പറയുക, 3 ആൾ തന്നെ പറഞ്ഞാൽ തന്നെ സഹാബ വനിതകൾ ഇപ്പം 3 അല്ല 100 അല്ലല്ലോ. അപ്പോൾ ഞാൻ ക്രമപ്രവൃത്തമായി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പറയാൻ ഒരുപാട് സഹാബികൾ നിങ്ങൾക്കറിയാം അല്ലേ, ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ യാത്രയായിട്ട് പെടഞ്ഞു തീരുന്ന രംഗങ്ങൾ കണ്ട ഒരുപാട് സഹാബത്തിൻ്റെ ജീവിതമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. ഏതായിരുന്നാലും അവരൊക്കെ അവരുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചു, വിശുദ്ധരായി ജീവിച്ചു. അവരൊക്കെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കാണാൻ കണ്ടുമുട്ടും വിധം, കഴിയുന്ന വിധം ജീവിതത്തെ ക്രമപ്പെടുത്തുക, പരിശുദ്ധപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര തീർത്തും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ പോരായ്മകളും അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അവസാനത്തെ ശ്വാസമെടുക്കുമ്പോൾ പോലും തൗഹീദിന് വേണ്ടി ശ്വാസമെടുത്ത് യാത്ര പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിൻ്റെ ശത്രുക്കളോടുള്ള യാതൊരു നില വിട്ടുവീഴ്ചയുമില്ലാത്ത വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടിയുള്ള തൗഹീദ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാനെ സ്നേഹിക്കാൻ തൗഹീദ് മാത്രമാണ് ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് അതിശക്തമായി തിരിച്ചു വരാൻ റബ്ബ് നമുക്ക് ശക്തിയും തൗഫീക്കും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നുണ്ട്. അവർ നമ്മുടെ മാതാപിതാക്കളാണ്. അവർക്ക് അള്ളാഹു മനസ്സമാധാനവും സന്തോഷവും ആനന്ദവും നൽകി ശിഫ നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ മനസ്സിലുള്ള സാലിഹായ മോഹങ്ങൾ സഫലീകരിച്ചു തരുമാറാകട്ടെ. നാളെ പരലോകത്തെത്തുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.